everyone, welcome back to Xylem Learning. It's me, Anvara, your teamers. So, അപ്പോൾ നമ്മൾ ഗ്രാമറിന്റെ ഒരുപാട് വീഡിയോസ് ചെയ്തു. നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ടല്ലേ ഗ്രാമർ വീഡിയോസ് നമ്മൾ അത് കഴിഞ്ഞു. നമ്മൾ കോണ്ടന്റ് വീഡിയോസ് ചെയ്തു. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുഴുവൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ മുഴുവൻ അപ്രിസിയേഷനും ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനാണ്. ഒരുപാട് പേര് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്രിസിയേഷൻ ആ പോം ചെയ്യോ, ഈ പോം ചെയ്യോ മാം എന്നൊക്കെ. സോ വി തോട്ട് ദാറ്റ് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ അപ്രിസിയേഷനും നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ ചെയ്തുകൂടാന്ന് അല്ലേ. അപ്പൊ നമുക്കറിയാം അപ്രിസിയേഷൻ ഹൗ മച്ച് ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് അല്ലേ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, എനിവേ ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, അപ്രിസിയേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ അതിന്റെ മാർക്കിനെ കുറിച്ചോ പറയുന്നില്ല. ബിക്കോസ് യു ഓൾറെഡി നോ ഇറ്റ്, നിങ്ങൾക്ക് അത് അറിയാം ഓൾറെഡി. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് നമ്മുടെ ഫസ്റ്റ് പോം അല്ലെ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് പോം ആയ ലൈൻ റിട്ടേൺ ഇൻ എൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പോയത്തിന്റെ അപ്രിസിയേഷൻ ഞാൻ തുടങ്ങാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദാറ്റ്. The poem Lines Written in Early Spring is a poem by the well-known natural poet William Wordsworth. We know that, നമുക്കറിയാം നമ്മളൊരു പോം അപ്രിസിയേഷൻ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്, നമ്മൾ ഏത് പോയത്തെ കുറിച്ചാണ് എഴുതുന്നത്, ആരാണ് ആ പോയം എഴുതിയ ഓതർ, റൈറ്റർ, പോയറ്റ് അല്ലെ, ആരാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അവിടെയാണ് നമ്മുടെ പോയറ്റ് അപ്രിസിയേഷന്റെ എന്ത് തുടങ്ങുന്നത്, നമ്മുടെ പോം അപ്രിസിയേഷന്റെ ഫോർമാറ്റ് തുടങ്ങുന്നത്. സോ ഹിയർ നമ്മൾ എഴുതി റിനോഡ് റൈറ്റർ അല്ലെ, നമുക്കറിയാം നേച്ചർ പോയറ്റ്, പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന പോയിറ്റ് ആരാണ്, വില്യം വേർഡ്സ്വർത്ത് ആണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പോം ആണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ളത്. എന്താ നമ്മൾ അടുത്ത പോയിന്റ് എഴുതാം. ദിസ് പോം ഡീൽസ് വിത്ത് ദ തീം ഓഫ് കോ എക്സിസ്റ്റൻസ്, പീസ് ആൻഡ് പ്ലഷർ ഇൻ നേച്ചർ. സോ ഇതിന്റെ ഒരു തീം എന്ത് പറയുന്നത് എന്താണ്, നേച്ചർ, പ്രകൃതി. പ്രകൃതിയിൽ എന്തിനൊക്കെയാണ്, പ്രകൃതിയിൽ കോ എക്സിസ്റ്റൻസ് അല്ലെ, ഓരോ ക്രിയേച്ചറും ഓരോ സൃഷ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യണം, സഹകരിക്കണം. അപ്പൊ ആ ഒരു കോ എക്സിസ്റ്റൻസ്, അതേപോലെ തന്നെ പ്ലഷർ അല്ലെ, സന്തോഷം, അതേപോലെ പീസ്, സമാധാനം, ഇതൊക്കെയാണ് എന്ത് പറയുന്നത് ഈ ഒരു പോയത്തിന്റെ തീംസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇത് മാത്രമാണ്, നമ്മൾ വെറും പോസിറ്റീവ് സൈഡ് മാത്രമല്ല എടുക്കുന്നത്. We have one more theme here, and that is cruelties in the human world. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്ന ഹ്യൂമൻ വേൾഡ് എന്ന് പറയും. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മളായിട്ട് ചെയ്തു കൂട്ടുന്ന പല ക്രുവൽറ്റീസും എന്തുണ്ട് ഈ ഒരു പോയത്തിന്റെ തീമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ തീംസ് ഓഫ് ദി പോം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ബൈ വില്യം വേർഡ്സ്വർത്ത്. ഫസ്റ്റ് പാരഗ്രാഫ് സെറ്റ് ആയില്ലേ, ഇപ്പം നമ്മൾ ഏത് പോം ആണെന്ന് പറഞ്ഞു, ഹു ഈസ് ദ പോയറ്റ് എന്ന് പറഞ്ഞു, വാട്ട് ആർ ദ തീംസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സെറ്റ്. Okay, so next paragraph നോക്കാം. The poet once sits in a grove in a relaxed mood, enjoying sights and sounds. So poet എവിടെയാണ് ഇരിക്കുന്നത്, ഇതേപോലെ അല്ലെ, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഈ ഒരു നിറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മരത്തിന് താഴെ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് അദ്ദേഹം. സോ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, ചുമ്മാ ഇരിക്കുകയാണോ, ചുമ്മാ കിടന്നുറങ്ങാണോ, നെവർ. ഹി ഈസ് എൻജോയിങ്. അതേപോലെ ഇവിടെ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പോയിന്റിന്റെ മൂഡ്, അപ്പം ഹി ഈസ് ഹാപ്പി, വളരെ റിലാക്സ്ഡ് മൂഡാണെന്ന് പറയുന്നതിന്റെ കാരണം അഥവാ കോംപ്രിഹെൻഷനിൽ പല പ്രാവശ്യം നിങ്ങൾക്ക് തന്നിട്ട് ചോദിച്ചതാണ് എന്താണ് നമ്മുടെ പോയിന്റിന്റെ അപ്പോഴത്തെ ഒരു മൂഡ് എന്നുള്ളത്. സോ ഇൻ ദ പോയം ദ ഫസ്റ്റ് പാർട്ട് ഹി വാസ് വെരി ഹാപ്പി മൂഡായിരുന്നു, പ്ലഷർ മൂഡായിരുന്നു. ലേറ്റർ ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സാഡ് ആകുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്, കോംപ്രിഹെൻഷനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ റിലാക്സ്ഡ് ആണ്. ഹീസ് എൻജോയിങ് ദ സൗണ്ട്സ് ഓഫ് ദി ബേർഡ്സ് അല്ലെ, പക്ഷികളുടെ ശബ്ദം, ആ ഒരു നേച്ചറിൽ എന്തെല്ലാം ശബ്ദങ്ങളുണ്ടോ ആ ശബ്ദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ കാഴ്ചകളും, എൻജോയിങ് ദി സൈറ്റ്സ് അല്ലെ, ഓരോ കാഴ്ചകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. മരങ്ങളായിരിക്കാം, മേഘമായിരിക്കാം, പക്ഷികളായിരിക്കാം അല്ലെ, എന്താണ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ചുറ്റുപാട് ഇദ്ദേഹം അവിടെ കാണുന്നുണ്ടോ എല്ലാം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. എന്താ അടുത്ത സെന്റൻസ്, he sees the various kinds of plants and flowers coexist. അദ്ദേഹം എന്താ കാണുന്നത് അല്ലെ, പലതരത്തിലുള്ള മരങ്ങളും എന്ത് ചെയ്യുന്നു, എല്ലാവരും സഹകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ ഇല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ ആ ഒരു ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. Birds hop and play around him to express their thrill of pleasure. Birds hop എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റക്കാലിൽ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കില്ല. അപ്പൊ നമുക്കറിയാം how the birds hop എന്നുള്ളത് അല്ലെ, പക്ഷികൾ എങ്ങനെയാണ് ആ ഒരു ഒറ്റക്കാലം അവരിങ്ങനെ ആ ഒരു നടത്തം, ആടിയുള്ള നടത്തും ചാട്ടും നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്.
സോ ഇത് എന്താ പറയുന്നത് ഇവിടെ? ബേർഡ്സ് ഹോപ്പ് ആൻഡ് പ്ലേ അറൌണ്ട് ഹിം. ഇദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ ഹോപ്പ് ചെയ്യുന്നുണ്ട്. ടു എക്സ്പ്രസ് ദ ത്രിൽ ഓഫ് പ്ലഷർ. അപ്പൊ അവരും എന്താണ്? ആകെ ഹാപ്പിയാണ്. അപ്പൊ അവരും ആകെ എക്സൈറ്റഡ് ആണ്, ത്രിൽഡ് ആണ് അല്ലെ? ആ ഒരു സന്തോഷമൊക്കെ കാണിക്കാൻ വേണ്ടി ഈ പോയിന്റ് ഇരിക്കുമ്പോൾ അദ്ദേഹത്തൊട്ട് പേടിയില്ലാതെ അദ്ദേഹത്തിന്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇവരിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അല്ലെ? കലപില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ബേർഡ്സ് ഓൾസോ എന്താണ്? ഹാപ്പിയാണ്. അടുത്ത നോക്കാം. The sights and sounds in nature bring pleasant thoughts into his mind. അതേപോലെ എന്താ പറയുന്നത്? ഇദ്ദേഹത്തിന് ഈ കണ്ട കാഴ്ചകളും അതേപോലെ ശബ്ദങ്ങളും ഒക്കെ എന്താണ്? Bring pleasant thoughts into his mind. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വളരെ നല്ല ഓർമ്മകൾ, നല്ല ചിന്തകൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ നമുക്ക് പറയാം, നമ്മൾ റിലാക്സ് ചെയ്ത് ബീച്ചിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല നല്ല കാര്യങ്ങളാക്കി നമ്മൾ ചിന്തിക്കാം. പൊതുവെ നമ്മൾ മൂഡ് മോശമാകുമ്പോൾ എന്താണ്? നമ്മൾ ഡെസ്ക് പഠിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സെഡ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ നാട്ടിലുള്ള എല്ലാ എന്താണ് നമ്മൾ ഈ ഒരു സാഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ദുരന്തം നമ്മൾ എന്ത് ചെയ്യും? അല്ലാണ്ട് അങ്ങ് ഓർക്കും അല്ലെ? അപ്പൊ ഇവിടെ ഇദ്ദേഹം വളരെ റിലാക്സ്ഡ് ആയതുകൊണ്ട്, വളരെ ഹാപ്പി ആയതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്കും കടന്നു വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള പ്ലഷർ ആയിട്ടുള്ള തോട്ട്സ് ആണ്. ബട്ട് വെൻ ഹി തിങ്സ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ സീന് മാറിയില്ലേ? ബട്ട് when he thinks of human activities, ഇദ്ദേഹം മനുഷ്യന്റെ പ്രവൃത്തികളെ കുറിച്ച് എപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങുന്നത്? മനുഷ്യൻ എന്താണ് പ്രകൃതിയോട് ചെയ്യുന്നതെന്ന് എപ്പോഴാണ് ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയത്? he becomes very sad. ഇവിടെ നമ്മുടെ പോയിന്റിന്റെ മൂഡ് എന്തായി? he became sad, മൂഡ് മാറി. ഓക്കെ, അപ്പോ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ സമയത്തും മനുഷ്യന്റെ ആക്ടിവിറ്റീസ് ടുവാർഡ്സ് നേച്ചർ, പ്രകൃതിയോടുള്ള മനുഷ്യന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ സമയത്തും അദ്ദേഹം എന്തായി? he became very sad. അദ്ദേഹം സാഡ് ആയിട്ട് മാറി. അടുത്ത സെന്റൻസ് നോക്കി. He believes every flower enjoys the air it breathes and the trees spread their fans to catch breezy air. അതെന്താ പറയുന്നത്? He believes, അദ്ദേഹത്തിന് വിശ്വാസം എന്താണ്? Every flower enjoys the air. ഓരോ പൂക്കളും എന്ത് ചെയ്യുന്നുണ്ട്? enjoys the air it breathes. അല്ലെ? എന്താ പറയുന്നത് ഇവിടെ? ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പൂക്കളും എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ചുറ്റുമുള്ള കാറ്റില്ലെങ്കിൽ അതിന്റെ മേലേക്ക് വരുന്ന വായു ശ്വസിക്കുന്നുണ്ട്. And the twigs spread their fans to catch breezy air. അതേപോലെ ചെറിയ ചെറിയ തളിരിലകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പൊട്ടി വിടരുന്നേയുള്ളൂ. ആ പൊട്ടി വിടരുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യും? അവർക്ക് ആവശ്യമുള്ള കാറ്റിനെ തേടി അവരെന്ത് ചെയ്യും? അവർ പോകും അല്ലെ? ഇങ്ങനെ എന്ത് തളിരിലകൾ മുട്ടിടാന്നൊക്കെ നമ്മൾ പറയില്ലേ? പൂക്കൾ മുട്ടിട, അല്ലെങ്കിൽ ഇലകൾ എന്താണ് ഇങ്ങനെ വിരിയ, ചെറിയ ചെറിയ ഇലകൾ ഇങ്ങനെ പൊട്ടി മുളയ്ക്കാം. അവരെന്ത് ചെയ്യും? ആ പൊട്ടി മുളയ്ക്കുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടില്ല, അവർക്ക് നിൽക്കണ്ടേ? എന്താണ്? മരത്തിൽ കൂടെ വെള്ളം വേണം, വെളിച്ചം വേണം, വായു വേണം. അതിനുവേണ്ടി അവരും എന്ത് ചെയ്യും? ക്യാച്ച് ബ്രീസി എയർലെ, ചുറ്റുപാടുമുള്ള അവർക്ക് ആവശ്യമുള്ള കാറ്റിനെ അവരും പിടിക്കാൻ വേണ്ടി നോക്കും. He thinks that there is pleasure everywhere in nature. സോ എന്താ പറയുന്നത്? എല്ലാ ഇടങ്ങളിലും എന്തുണ്ട്? സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. The poet says that coexistence in nature's holy plan. അപ്പൊ ഇദ്ദേഹം വിശ്വസിക്കുന്നത് എന്തിനെയാണ്? The poet says that coexistence is nature's holy plan. This is very important. സഹവർത്തിത്വം അല്ലെ? പരസ്പരമായിട്ടൊരു സഹവർത്തിത്വം എന്ന് പറയുന്നത് നേച്ചറിന്റെ തന്നെ ഹോളി പ്ലാൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹോളി എന്ന് പറയുന്നത് സംതിങ് ഡിവൈൻ അല്ലെ? ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽപ്പിന് വേണ്ടി മനുഷ്യർ, മൃഗങ്ങളെ ആശ്രയിക്കുക, മരങ്ങൾ അല്ലെ? മരത്തിന് എന്താ? നമ്മൾ കാരണം മരങ്ങൾക്ക് എന്ത് ഗുണവും ഉണ്ടാവണം. നമ്മൾ അതിന് ഈവൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ വീണ്ടും അവരുടെ വളർച്ചയ്ക്കുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു വെക്കണം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ്? കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് ദ പോയിന്റ്? നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ട വേർഡ് എന്താ? കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാക്ക്. What is that according to the point? It is a holy plan by nature. എന്താണ്? It is a holy plan by nature. Nature ഒരു holy plan ആണ്. Is it clear? Set അല്ലേ? അടുത്ത സെന്റൻസ് നോക്കാം. But he laments over the cruelties of man against nature and amongst his own kind. But he laments. Lament എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ദുഃഖിക്കുക, കരയുക, സങ്കടപ്പെടാം. എന്തിനാണ് നമ്മുടെ ഈ പോയത്തിൽ പറയുന്നുണ്ട്? എന്തിനാണ് അദ്ദേഹം ദുഃഖിക്കുന്നത്? എന്താ അതിന്റെ റീസൺ? He laments over the cruelties of man. മനുഷ്യന്റെ ക്രൂരതകൾ ആലോചിക്കുന്ന സമയത്ത് how human cut trees, മരങ്ങൾ വെട്ടുന്നത്, മൗണ്ടൻ ഡിസ്ട്രോയ് ചെയ്യുന്നത്, എന്താണ്? ഫിൽത്തി റിവേഴ്സ് അല്ലെ? ഡർട്ടി റിവേഴ്സ് ആക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് what is the feeling?
എന്താണ് അദ്ദേഹത്തിന്റെ ഫീലിംഗ് ഇവിടെ? ഹി ബിക്കെയിം സാഡ് ആൻഡ് ഹി ലെമൻസ്. അദ്ദേഹം ദുഃഖിക്കുന്നു, അദ്ദേഹം കരയുന്നു. ഓക്കെ, അടുത്തത് ആൻഡ് എമംഗ്സ് ഹിസ് ഓൺ കൈൻഡ് എന്ന് പറയാൻ എന്താ അല്ലെ, മനുഷ്യർക്കിടയിലും അതേപോലെ പ്രകൃതിയോടും ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് വിഷമമുണ്ട്. The lines to her fair works did naturally. Every flower enjoys the air that breathes. The budding twigs spread out their fan to catch the breezy air are examples of personification. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? പേഴ്സണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. And we know what is personification. എന്താണ് പേഴ്സണിഫിക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം. എന്താണ്? ഒരു മനുഷ്യനല്ലാത്ത ഏതൊരു സംഗതിക്കും, ഇപ്പൊ ഇതൊരു പെന്നാണെങ്കിൽ ഞാൻ പറയാണ് ദിസ് പെൻ ഇറ്റ് ഹെൽപ് മീ ലോട്ട്. ഈ പെണ്ണിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ ബേസിക്കലി നമുക്കറിയാം സഹായം എന്നുള്ളത് ഒരു മനുഷ്യന് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ മനുഷ്യനില്ലാതെ ഈ പെന്നിന് ഞാൻ എന്ത് പറഞ്ഞു? ദിസ് പെൻ ഇറ്റ് ഹെൽപ് മീ ലോട്ട്. ഇതെന്നെ ഒരുപാട് സഹായിക്കുന്നു. അപ്പൊ ഈ പെന്നിന് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വാട്ട് ഡിഡ് ഐ ഡു? ഐ personified the pen. ഞാൻ ഈ പെന്നിനെ എന്ത് ചെയ്തു? പേഴ്സണിഫൈ ചെയ്തു. That is personification. മനുഷ്യനല്ലാത്ത കാര്യത്തിന് മനുഷ്യന്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ക്വാളിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ we call it as personification. So this is personified here. These lines are personified here. Please keep in your mind ഏതൊക്കെ ലൈൻസ് ആണ് പേഴ്സണിഫൈ ചെയ്തത് എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം ബ്രീത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. budding twigs spread out their fan. കൈവിട്ട് പോകുന്നത് അല്ലെ, ടു ക്യാച്ച്. അപ്പൊ ക്യാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന് ചെയ്യുന്ന കാര്യമാണ്, ഓടിപ്പിടിക്കുക അല്ലെങ്കിൽ പിടിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ദിസ് ഇസ് പേഴ്സണിഫിക്കേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ പേഴ്സണിഫിക്കേഷന്റെ എക്സാമ്പിൾ മറക്കാതിരിക്കാം. അടുത്തത് there is the figure of speech hyperbole in the hyperbole വന്നിട്ടുണ്ട്. ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതിന്റെ ശക്തി കൂട്ടിക്കാണിക്കാൻ വേണ്ടി, അതിന്റെ ഒരു പ്രാധാന്യം കൂട്ടിക്കാണിക്കാൻ വേണ്ടി നമുക്ക് എന്താണ്, ഞാൻ പറയും ഞാനൊരു സിംഹമാണ്. ആക്ച്വലി ഞാനൊരു സിംഹമാണോ? നെവർ എവർ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പക്ഷെ എനിക്ക് ആ സിംഹത്തിന്റെ ആ ഒരു ശക്തി, ബുദ്ധിയും, പവറും, ധൈര്യം ഇതൊക്കെ ഉണ്ടല്ലോ. ആ ഒരു നമ്മൾ പറയില്ലേ, ആ ഒരു ഇതിനാണ് നമ്മൾ പറയാ ഹൈപ്പർബോളെ എന്ന് പറയല്ലേ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫാൻസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു ഫലിപ്പിക്കണം. ഇവിടെ നോക്കിയേ, ഏതാ അതിന്റെ എക്സാമ്പിൾ? 1000 blended notes. ആയിരക്കണക്കിന് ശബ്ദങ്ങൾ, കൂടിക്കലർന്ന ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നു. ആക്ച്വലി ഒരു വ്യക്തിയെ സംബന്ധിച്ച് അറ്റ് എ ടൈം ആയിരക്കണക്കിന് ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമോ? No, we cannot hear that. Like 1000 sounds നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഒരുപാട് ശബ്ദങ്ങൾ, അപ്പൊ ആയിരക്കണക്കിന് ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നു. അടുത്തത് what man has made of man is an example of alliteration. അടുത്തത് ഇവിടെ പറയുന്നത് എന്താണ്? what man has made of man, alliteration ആണ്. this is alliteration and we know what is alliteration. ഒരേ ലൈനില് ഒരേ രണ്ട് വേർഡ്സിന്റെ ആദ്യത്തെ അക്ഷരം സെയിം കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ we call it as alliteration. ഇവിടെ നോക്കുക, ശ്രദ്ധിക്കാം. what man, m, made, man. what man made man. M sound is repeated and we know M is consonant. M എന്താണ്? It is consonant sound ആണ്. So that is why ഇത് alliteration ആണ്. So അടുത്ത രണ്ട് ലൈൻ നമുക്ക് നോക്കാം. നോക്കിയേ, the poem ends with a rhetorical question. Have I not reason to lament what man has made of man? ഈ പോം നിൽക്കുന്ന ഒരു ചോദ്യത്തോടു കൂടി ഒരു അതിശയോക്തമായിട്ടുള്ള, അതിശയിപ്പിക്കുന്ന, നമ്മൾ ചിന്തിപ്പിക്കുന്ന, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ആംഗിൾ ആണ്, ഒരു ഏറ് തന്നിട്ടാണ് പോയിന്റ് എന്ത് ചെയ്യുന്നത്? നിർത്തുന്നത്. സോ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? Have I not reason to lament what man has made of man? Have I not reason to lament? എനിക്ക് എന്താണ് കരഞ്ഞൂടെയില്ലേ, അല്ലെങ്കിൽ ഞാൻ കരയാനുള്ള ഒരു കാരണക്കാരൻ തന്നെയല്ലേ? തീർച്ചയായിട്ടും മനുഷ്യൻ ഈ പ്രകൃതിയോട് ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാനും അതിലൊരു കാരണക്കാരനല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനും അതിലൊരു കാരണക്കാരൻ, അല്ലെങ്കിൽ ഞാൻ എന്താണ് അത് ആലോചിച്ച് വിഷമിക്കാൻ ഒരു കാരണക്കാരൻ തന്നെയല്ലേ? അല്ലെങ്കിൽ എനിക്ക് കരഞ്ഞൂടെ എന്നെന്താണ് അദ്ദേഹം ചോദിക്കുകയാണല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. An example of the auditory image is there in I heard. Auditory image എന്ന് പറഞ്ഞാൽ we know what is auditory image. നമ്മൾ എന്താണ് കേൾക്കുന്നല്ലേ? കേൾക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതിനെന്ത് വിളിക്കും? ഓഡിറ്ററി ഇമേജ് എന്ന് വിളിക്കും. I heard 1000 ഇവിടെ കേൾവിയെ പ്രതിപാദിച്ചു. So this is an example of എന്താണ്? auditory image. 1000 blended notes. The breezy air brings to our mind a tactile image as well. ഇവിടെ എന്താണ്? tactile imageന്റെ
എന്താണ് ടാക്ടൈൽ ഇമേജിന്റെ എക്സാമ്പിൾ? ദ ബ്രീസി എയർ. നെക്സ്റ്റ് വൺ വിഷ്വൽ ഇമേജസ്. നമുക്ക് കാണാൻ കഴിയും, നമ്മൾ കണ്ണിൽ നിന്നാണ് വായിക്കുന്ന സമയത്ത് നമുക്കത് കണ്ണിൽ കാണാൻ പറ്റണം അതിന്റെ ചിത്രം. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കും വിഷ്വൽ ഇമേജസ് എന്ന്. വിഷ്വൽ ഇമേജസിന്റെ എക്സാമ്പിൾസ് ഇവിടെ ഏതൊക്കെയാണ്? ഫ്ലവേഴ്സ് ഉണ്ട്, നമുക്കറിയാം പ്രിംറോസ് ഫ്ലവേഴ്സിനെ കുറിച്ച് പറഞ്ഞു, പെരിവിങ്കിൾസിനെ കുറിച്ച് പറഞ്ഞു, ബേർഡ്സ് പക്ഷികളെ കുറിച്ച് പറഞ്ഞു, ഗ്രോ ആ ഒരു തോട്ടം അല്ലെ മുഴുവൻ മരങ്ങൾ നിൽക്കുന്ന ആ ഒരു ഭൂമിയെ കുറിച്ച് പറഞ്ഞു, ബഡ്ഡിങ്, ട്വിക്സ്, ചെറിയ ചെറിയ എന്താണ് ട്വിക്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ മരച്ചില്ല പൂക്കൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ദിസ് നെക്സ്റ്റ് വി ഹാവ് rhyme scheme to learn. എന്താണ് നമ്മുടെ പോയത്തിലെ rhyme scheme? The rhyme scheme of the poem is AB AB. What is the rhyme scheme? ഓർത്തു വെക്കാൻ ഈസി ആണല്ലോ അല്ലെ. It is എന്താണ്? AB AB. AB and AB ആണ് എന്താ? The lines written in early spring എന്ന് പറയുന്ന പോയത്തിലെ rhyme scheme. സെറ്റ് അല്ലേ? Okay, അപ്പോൾ that was the appreciation of the chapter എന്നിന്റെ നമ്മുടെ lines written in early spring. Hope it is clear to you. അടുത്ത ദിവസം നിങ്ങൾക്ക് മുന്നിൽ എടുക്കാൻ പോകുന്നത് ഏതാണ്? ബ്ലോയിങ് ഇൻ ദ വിൻഡ് ബൈ ബോബ് ഡിലൻ അല്ലേ. ബോബ് ഡിലന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോം അല്ലെങ്കിൽ എന്താണ് പ്രൊട്ടസ്റ്റന്റ് സോങ് അല്ലെ, നമുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ എതിർപ്പ് അല്ലെ, എതിരാളി അല്ലെങ്കിൽ ആയുധമാക്കിയ ഒരു കവിത അല്ലെ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വർണ്ണിക്കാം ഈ ഒരു പോയത്തെ. സോ ബോബ് ഡിലന്റെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നുള്ള കവിതയാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്രിസിയേഷൻ ഇവിടെ ശ്രദ്ധിക്കാം. Blowing in the Wind is a song composed by Bob Dylan. So ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് ഇതൊരു കവിത അല്ലെങ്കിൽ പാട്ട് എന്ന് നമുക്ക് എന്താണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ള അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതിനെ ആ ഒരു രീതിയിൽ മാത്രം ഒതുക്കി നിർത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ഡിലൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ഏത്? ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ആരാണ് ബോബ് ഡിലൻ? ദ ഫേമസ് അമേരിക്കൻ സോങ് റൈറ്റർ ആൻഡ് ആർട്ടിസ്റ്റ്. വളരെ പ്രശസ്തനായിട്ടുള്ള സോങ് റൈറ്ററും അതേപോലെ ഒരു ആർട്ടിസ്റ്റുമാണ് ബോബ് ഡിലൻ. അടുത്ത് നോക്കിയേ, ഇറ്റ് ഹാസ് ബീൻ റിട്ടൺ ആസ് എ പ്രൊട്ടസ്റ്റ് സോങ്. പ്രൊട്ടസ്റ്റ് സോങ് ആയിട്ടാണ്, എതിരായിട്ട്, ആയുധമാണ്, ആർക്കൊക്കെ എതിരെ പ്രൊട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഗാനമാണ്, എതിർക്കാനുള്ള ഒരു ഗാനമാണ്, ആയുധമാണ്. വിച്ച് possesses a series of rhetorical questions. ഒരുപാട് ചോദ്യം, വളരെ അതിശയോക്തമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോം എന്ത് ചെയ്ത് അദ്ദേഹം കമ്പോസ് ചെയ്തത്. എന്തിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്? ലോകത്തോട് ചോദിക്കുകയാണ് നമ്മുടെ പോയിന്റ്. പീസ്, സമാധാനം, വാർ, യുദ്ധത്തെ പറ്റി, ഹ്യൂമാനിറ്റി, മനുഷ്യത്തെ പറ്റി. സോ മനുഷ്യത്വത്തെ കുറിച്ചും യുദ്ധത്തെ കുറിച്ചും അതേപോലെ സമാധാനത്തെ കുറിച്ചും മനുഷ്യൻ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പോയമാണ് ഏത്? Blowing in the Wind. The singer creates highly motivating and inspiring mood that turned out to be a marching song of the oppressed. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സോങ്ങിൽ എന്തുണ്ട്? ഭയങ്കരമായിട്ടുള്ള എനർജി ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള അർത്ഥമുണ്ട്, ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് അടിച്ചമർത്തപ്പെട്ട ആളുകൾ മുഴുവൻ എന്ത് ചെയ്തു? അവർക്ക് ഈ പോം ഇങ്ങനെ വായിക്കുമ്പോൾ, ഈ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ പ്രത്യേക തരത്തിൽ എന്താണ് ഒരു മോട്ടിവേഷനാണ്. അപ്പൊ അവരത് എന്ത് ചെയ്തു? അവരുടെ പ്രൊട്ടസ്റ്റ് സോങ് ആയിട്ട് അവരെന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയിറ്റ് ഈസ് റിഫ്ലെക്റ്റഡ് ഇൻ ദ റിഫ്രെയിൻ. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? തുടർച്ചയിലെ കണ്ടിന്യൂഷൻ, വീണ്ടും 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 എന്താണ് റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കും. അപ്പൊ നമ്മൾ ഈ ബോബ് ഡിലൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പോയത്തിൽ നിങ്ങൾക്കറിയാം ലൈൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു റിപ്പീറ്റേഷൻ എന്തിനെ സഹായിച്ചിട്ടുണ്ട്? ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയിറ്റ് ഈസ് റിഫ്ലെക്റ്റഡ് ഇൻ ദ റിഫ്രെയിൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പോയിറ്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ പോയിറ്റിന്റെ മാനസികാവസ്ഥ? ആ പോയിറ്റിനെ ഇഷ്ടപ്പെടുന്നത് എന്താണ്? അദ്ദേഹം ആർക്ക് വേണ്ടി സംസാരിക്കുന്നു? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ആ പോം വായിച്ചാൽ മനസ്സിലാകും. ഏതൊരു പോയിറ്റും വേണ്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലാണല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ബോബ് ഡിലൻ എന്താണ്? ബോബ് ഡിലൻ എന്നുള്ള വ്യക്തി ഈ ഒരു പോം വായിച്ചാൽ we can understand this is a beautiful poem which talks of the genuine problems of political discourses. This is a beautiful poem ഇവിടെ പറയുന്നുണ്ട്. ഭംഗിയുള്ള പോമാണ്. അത് മാത്രമാണോ? അല്ല. ജെനുവിൻ, വിച്ച് ടോക്സ് ഓഫ് ദ ജെനുവിൻ പ്രോബ്ലംസ്, സത്യസന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള അന്നത്തെ രാഷ്ട്രീയപരമായിട്ട് ജനങ്ങളോട് കാണിക്കുന്ന അക്രമങ്ങൾ, അവരോട് കാണിക്കുന്ന ദുഷ്ടതകൾ, അവരെ ന്യായം കൊടുക്കാതെ ജനങ്ങൾ അടിച്ചമർത്തുന്നത്, ഇതെല്ലാം സത്യസന്ധമായിട്ട് നമ്മളെ ലോകത്തിന് കാണിച്ചു തരുന്ന ഒരു പോയമാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തത്
these political discourses and the poet raises social issues of the people to fight for justice. Poet എന്തുകൂടി ചെയ്യുന്നുണ്ട്? സോഷ്യൽ ഇഷ്യൂസിലെ അന്ന് അവിടെ സൊസൈറ്റിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന അടിച്ചമർത്തപ്പെട്ടവർക്കെതിരെയുള്ള അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ലേ അതായിക്കോട്ടെ, അവരെ അവഗണിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ലേ അതായിക്കോട്ടെ, അവർക്ക് നല്ല ജോലി കൊടുക്കുന്നില്ലേ അതായിക്കോട്ടെ, ഇതൊക്കെ തന്നെ സോഷ്യൽ ഇഷ്യൂസ് ആണ്. അപ്പൊ അന്ന് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഈ പറഞ്ഞ എല്ലാ സോഷ്യൽ ഇഷ്യൂസും ബോബ് ദിലൻ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഈ പോയത്തില് അടിച്ച് മിന്നിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? തകർത്ത് പറയുന്നുണ്ട്. അടുത്തത് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. അതോടൊപ്പം തന്നെ ഈ പോം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ഹൈലി മോട്ടിവേഷൻ, ഹൈലി മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ who read the poem. ഈ പോം വായിക്കുന്ന ആളുകൾക്കൊക്കെ ഒടുക്കത്തെ മോട്ടിവേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ ജസ്റ്റിസിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി, അവരോട് പൊരുതാൻ വേണ്ടി ആര് പറയുന്നുണ്ട്? ബോബ് ഡിലൻ പറയുന്നുണ്ട്. ന്യായത്തിന് വേണ്ടി പൊരുതണം, യുദ്ധം ചെയ്യണം. He appeals to the people to address these burning issues which confront the society like oppression, war and human right violation in a befitting manner. അദ്ദേഹം എന്താ പറയുന്നത്? സൊസൈറ്റി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഈ പറഞ്ഞ എന്താണ്? appeals to the people to address these burning issues. ബേണിംഗ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കത്തുന്ന പ്രശ്നങ്ങൾ. അതെന്തൊക്കെയാണ്? ഓപ്പറേഷൻ, അടിച്ചമർത്തുന്നത്, താഴ്ന്ന ആളുകൾ അടിച്ചമർത്തുന്നത്, കറുത്ത വർഗ്ഗക്കാർ അടിച്ചമർത്തുന്നത്, അവർക്ക് എഡ്യൂക്കേഷൻ നിഷേധിക്കുന്നത്, അവരുടെ ആളുകളോട് എന്താണ് കൂടെ യാത്ര ചെയ്യാൻ കഴിയാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പറേഷനിലെ അടിച്ചമർത്തപ്പെടുന്നത്, വാർ, യുദ്ധങ്ങള്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻ, മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. എനിക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, എന്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അവകാശമുണ്ട്, നിങ്ങൾ സ്റ്റുഡൻസിൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അപ്പൊ ഈ അവകാശങ്ങൾക്ക് എന്താണ്? നമുക്ക് നിഷേധിക്കപ്പെടുന്ന സമയത്ത് അതിനൊക്കെ എതിരെ എന്ത് ചെയ്യണം? നമ്മൾ ഫൈറ്റ് ചെയ്യണം. The poet also talks of indifferent attitude of people to the major issues of society. അതോടൊപ്പം തന്നെ ഈ പോയിറ്റ് ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. സൊസൈറ്റിയിൽ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാവും, ഞാൻ ഒരു പക്ഷെ എന്താണ് ഈ ഇഷ്യൂസിനോട് കണ്ണടച്ചേക്കാം, എന്റെ തൊട്ടടുത്തുള്ള ടീച്ചർ എന്താണ് അതിനെതിരെ എഗെയിൻസ്റ്റ് ആയേക്കാം, എന്റെ ഈ ഭാഗത്തുള്ള ടീച്ചർ എന്താണ് ഒരുപക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നവരുണ്ട്, അതിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പോയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. He was apprehensive of the careless approach of people to the crucial issues, so their peaceful life is disrupted and free life cannot be restored in this unpleasant situation. So എന്താണ്? ആളുകൾ ഇതിനൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ അവരുടെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, അവർക്ക് സ്വസ്ഥമായിട്ടുള്ള ജീവിതം അത് അവർക്ക് ഉണ്ടാവില്ല. These growing issues dishearten and bring a lot of unspeakable hardships to them. These growing issues ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള, നീചമായിട്ടുള്ള പല പ്രശ്നങ്ങളും എന്ത് ചെയ്തു? ആളുകളുടെ ജീവിതത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾക്ക് തുറന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും അടിച്ചമർത്തലുകളും ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തത്, the poet firmly believes that people should turn their keen attention to eradicate injustice, inequality and denial of freedom should establish unrestrained life in the society. So they എന്താ പറയുന്നത്? The poet firmly believes that, ഇദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നു എന്താണ്? People should turn their keen attention to eradicate injustice. Eradicate എന്ന് പറഞ്ഞാൽ തുടച്ചു മാറ്റുക. So eradicate injustice, അതേപോലെ inequality, injustice, അന്യായം തുടച്ചു മാറ്റണം എന്നേക്കുമായിട്ട്, inequality, തുല്യതയില്ലായ്മ തുടച്ചു മാറ്റണം എന്നേക്കുമായിട്ട്, denial of freedom, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത്. അപ്പൊ കറുത്ത വർഗ്ഗക്കാർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ടോ? അത് എന്നേക്കുമായിട്ട് തുടച്ചു മാറ്റണം. ആൻഡ് ഷുഡ് എസ്റ്റാബ്ലിഷ്, എന്നിട്ട് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്? അൺറിസ്ട്രെയിൻഡ് ലൈഫ് ഇൻ ദ സൊസൈറ്റി. അൺറിസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞത് അതിരുകളില്ലാത്ത ജീവിതം, ഒരാൾക്കും ബാൻ ഇല്ലാത്തത്, ഒരാൾക്കും അതിർവരമ്പില്ലാത്ത, എല്ലാവരും ഈക്വൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി എന്ത് ചെയ്യണം? വി ഷുഡ് ക്രിയേറ്റ്, വി ഷുഡ് മേക്ക്, വി ഷുഡ് ബിൽഡ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബോബ് ദിലൻ പറയുന്നത്. സെറ്റല്ലേ? Okay, അടുത്തത്, the poet says that injustice may be as firm as mountains, but it can be washed out the sea if the oppressed stands united. The poet says that injustice may be as firm as mountain. അന്യായം എന്ന് പറയുന്നത് എന്താണ്? as firm as mountains, പർവ്വതങ്ങളെ പോലെ ഉറച്ചു നിൽക്കുന്നതായിരിക്കും. പക്ഷേ it can be washed out to the sea. പക്ഷേ എത്ര ഉറച്ചതാണെങ്കിലും, എത്ര
ഉറപ്പുള്ളതാണെങ്കിലും എന്ത് ചെയ്യാം, അതിനെയും ഒഴുക്കി വിടാം നമുക്ക് കടലിലേക്ക്. ഇഫ് ദ oppressed stands united, അദ്ദേഹം എന്താ പറയുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പർവ്വതം പോലെ ഉറച്ചു നിന്നോട്ടെ, പക്ഷെ എത്ര ഉറച്ചതാണെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ ഒഴുക്കി വിടാം കടലിലേക്ക്. The oppressors cannot turn a deaf ear. Oppressors എന്താണ്, അവർക്ക് ചെവി കേൾക്കാത്തത് പോലെ നിൽക്കാൻ കഴിയില്ല. To the song of the protest. അപ്പോൾ if you people stand together, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരുമിച്ച് പോരാടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അടിച്ചമർത്തുന്നവർക്ക് എന്താണ്, ചെവി കേൾക്കാത്ത പോലെ ഡെഫായിക്കൊണ്ട് എന്താണ് നിൽക്കാൻ കഴിയില്ല. ചേഞ്ച് ഈസ് ഇമ്മിനന്റ് ആൻഡ് ഇന്നോവേറ്റബിൾ. എന്താണ് ഇന്നോവേറ്റബിൾ എന്ന് പറഞ്ഞാൽ, ഒരിക്കലും അവോയ്ഡ് ചെയ്യപ്പെടാൻ പറ്റാത്തതാണ്. ഇമ്മിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ പെട്ടെന്ന് സംഭവിക്കേണ്ടതാണ്. സോ ചേഞ്ച് ഈസ് ഇമ്മിനന്റ്. എത്രയും പെട്ടെന്നൊരു മാറ്റം എന്താണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് ഇന്നോവേറ്റബിൾ പറഞ്ഞാൽ മാറ്റം എന്താണ്, ഒരിക്കലും സംഭവിക്കാതെ നിൽക്കാൻ പാടില്ല, സംഭവിക്കേണ്ടതാണ്. ഓക്കെ. A man, a dove, the mountain, the sea, the cannonballs are the images used by the poet to evoke senses in the poem. ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ dove, mountain, sea, ഈ പറഞ്ഞ cannonballs, ഇതൊക്കെ എന്താണ്, symbolic ആണ് അല്ലെ. Man symbolizes the people who face injustice and hope for justice. ഇവിടെ മനുഷ്യൻ symbolize ചെയ്യുന്നത്, മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നത് എന്തിനോടാണ്, ഇൻജസ്റ്റിസ്. Who face injustice. ഇൻജസ്റ്റിസ്, അന്യായം അല്ലെ, അന്യായം അഭിമുഖീകരിക്കുന്നവരോട്. ആൻഡ് ഹോപ്പ് ഫോർ ജസ്റ്റിസ്. ജസ്റ്റിസ്, ന്യായത്തിന് വേണ്ടി പ്രതീക്ഷ വെച്ച് മുന്നേറുന്ന, അടികൂടുന്ന, തല്ലുകൂടുന്ന, ഫൈറ്റ് ചെയ്യുന്ന പാവം ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് മനുഷ്യന്റെ രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നത്. മൗണ്ടൻ റെപ്രസെന്റ് ദ റിജിഡിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ കാഠിന്യം, ജീവിതത്തിന്റെ ഉറപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, ജീവിതത്തിലെ ബുദ്ധിമുട്ടിനെയാണ്, ഉറപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാഠിന്യത്തെയാണ് പർവ്വതം സിംബോളിക് ആവുന്നത്, പർവ്വതം സിംബലൈസ് ചെയ്യുന്നത്. ഇറ്റ് റിമൈൻഡ്സ് us of peace and mountain. It reminds us of peace and harmony of life. ഇവിടെ റിജിഡിറ്റി ഓഫ് ലൈഫ് എന്ന ട്രബിൾസ് ആയിട്ടല്ല കേട്ടോ. റിജിഡിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ലൈനിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ജീവിതത്തിന്റെ താളങ്ങളിൽ നേച്ചറിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു താളം. ഓക്കെ, ആ താളത്തിൽ പ്രകൃതിയുടെ എന്താണ് ആവാസ വ്യവസ്ഥയ്ക്ക്, പ്രകൃതിയുടെ താളത്തിന് എന്താണ്, മൗണ്ടൻ നമുക്കറിയാം ഒരു ഉറപ്പാണ് അല്ലെ, ജിയോഗ്രഫിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പൊ ഇവിടെയും ഒരുപക്ഷെ ഉദ്ദേശിച്ചത് എന്താണ്, ആ ഒരു ഉറപ്പിനെ ആയിരിക്കാം നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ജീവിതത്തിലെ താളത്തിന്. നോക്കേ, പീസ് ആൻഡ് ഹാർമണി ഓഫ് ലൈഫ്. Dove is an emblem of peace and reminds us of the enduring struggle for harmony and equality. Dove, പ്രാവ് എന്തിന്റെ സിമ്പിൾ ആണ്, ഇറ്റ് ഈസ് an emblem of peace and reminds us of the enduring struggle for harmony and equality. ഇതെന്താണ്, പീസിന്റെ ഒരു എംബ്ലം ആണ്. Sea represents change and true freedom that slowly erodes the rigidity of mountain. സി എന്ന് പറയുന്നത് ഇവിടെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, കടല് സ്വാതന്ത്ര്യത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. The poet uses images such as cannonballs. അടുത്തതായിട്ട് ഈ പറയുന്ന വെടിയുണ്ടകൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറയുന്നുണ്ട്. Flying the white doves add to the beauty and charm of the poem immensely. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, cannonballs flying and white doves add to the beauty and charm of the poem immensely. ഈ പറയുന്ന cannonballs ഉം white dove ഉം എന്താണ്, ഈ ഒരു പോയത്തിന്റെ ഭംഗി കൂട്ടുന്നു, അതിന്റെ തീം കൂട്ടുന്നു, അതിന്റെ ഭംഗി കൂട്ടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. These qualities make the poem more appealing and enchanting. സോ അദ്ദേഹം പറഞ്ഞ ഒരു പക്ഷെ എന്തായിരിക്കാം, തുടർന്ന് വരുന്ന സമാധാനമായിരിക്കാം, തുടർന്ന് നമ്മുടെ ആ ഒരു മനുഷ്യന്റെ ഒരു ഫൈറ്റ്, ക്യാനൻ ബോൾസ് നമ്മളെതിരെ പ്രവർത്തിച്ച് യുദ്ധമുഖത്ത് നമുക്കറിയാം ഇതേപോലുള്ള ഉപകരണങ്ങളുടെ ആവശ്യം. എന്നേക്കുമായിട്ടുള്ള സ്വസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആയുധങ്ങൾ യൂസ് ചെയ്യും. അതേപോലെ നമ്മളും എന്താണ്, പല സഫറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഫ്രീഡം എന്ത് ചെയ്യണം, വി ഷുഡ് ഗെറ്റ് ഇറ്റ് ബാക്ക്, വി ഷുഡ് ഗെറ്റ് ദ ഇക്വാലിറ്റി, വി ഷുഡ് ഗെറ്റ് ദ പീസ്, വി ഷുഡ് ഗെറ്റ് ദ എന്താണ്, വി ഷുഡ് നോട്ട് ഗെറ്റ് ദ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ വി ഷുഡ് നോട്ട് വാണ്ട് എന്താണ് മോർ സ്ട്രഗിൾസ് അല്ലെ. നമുക്ക് ഇനി എന്ത് വേണ്ട, ഒരുപാട് സ്ട്രഗിൾസ് ഒന്നും വേണ്ട. സോ വാട്ട് ഡു വി വാണ്ട്, എന്താണ് നമുക്ക് വേണ്ടത്, വി വാണ്ട് ഫ്രീഡം, വി വാണ്ട് പീസ്, വി വാണ്ട് ഇക്വാലിറ്റി. നമുക്ക് ഇക്വാലിറ്റിയാണ് വേണ്ടത്, നമുക്ക് സമാധാനം വേണ്ടത്, നമുക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഏതാണ്, നിങ്ങൾക്ക് കുരിശ് കണ്ടാൽ തന്നെ അറിയാം എന്താ നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെ. യെസ്, നമ്മൾ ഏതാണ്, ബാലഡ്. ബാലഡ് ഓഫ് ആരതാണ്, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ അല്ലെ. സോ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗന്റെ അപ്രിസിയേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഇവിടെ നോക്കാം, the poem The Ballad of Father Gilligan by the renowned Irish poet വില്യം ബട്ട്ലർ യീറ്റ്സ്. ഓക്കെ, അപ്പൊ ആരാണ് ഇത് എഴുതിയത്? വളരെ അതിപ്രശസ്തനായിട്ടുള്ള ഐറിഷ് പോയിറ്റ് ആയിട്ടുള്ള വില്യം ബട്ട്ലർ യീറ്റ്സ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു ടിപ്പിക്കൽ ബാലഡ് ആണ് ഏത്? ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. നോക്കാം ഇവിടെ, കമ്പോസ്ഡ് ഇൻ ക്വാട്രെയിൻസ്, 4 ലൈൻസ് ഉള്ള സ്റ്റാൻസ് അല്ലെ, 4 ലൈൻസ് ഉള്ള സ്റ്റാൻസസ് ആയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഒരു പോം നമുക്ക് എന്താണ് എഴുതി തന്നതിൽ ക്രിയേറ്റ് ചെയ്തത്. നോക്കിയേ, വിത്ത് ദ റൈം സ്കീം ഓഫ് ABCB. എന്താണ് ക്വാട്രെയിന്റെ ഈ റൈം സ്കീം ഇവിടെ വരുന്നത്? ഈ ഒരു പോയത്തിന്റെ റൈം സ്കീം എന്താ വരുന്നത്? A, B and C, B ആണ് വരുന്നത്. അടുത്തത്, ദ പോം നറേറ്റ്സ് ദ ട്രാജിക് സ്റ്റോറി ഓഫ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. ഈ പോയറ്റ് നമ്മളോട് നെറേറ്റ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ഈസ് നെറേറ്റഡ് ഹിയർ? ഇവിടെ നമ്മളോട് നെറേറ്റ് ചെയ്യുന്നത്, പറയുന്നത് എന്താണ്? ദ ട്രാജിക് സ്റ്റോറി, വളരെ ദുഃഖകരമായിട്ടുള്ള, ദാരുണമായ, ദുരന്തപൂർണമായിട്ടുള്ള കഥയാണ്. ആരുടെ കഥയാണ്? ദാരുണമായിട്ടുള്ള നമ്മുടെ കഥയാണ്. ആരുടെ? പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. നമ്മുടെ പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റിന്റെ വളരെ ദയനീയമായിട്ടുള്ള കഥയാണ് നമ്മൾ ഈ ബാലഡിൽ പഠിക്കുന്നത്. The poem deals with the themes of the pity and piety of the old priest, the death and miseries of his parishioners, and the limitless love and mercy of God. നോക്കാം, മനുഷ്യരുടെ എന്താണ്? ദയ, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് എന്താണ്? ഭയങ്കര കൈൻഡ് ആണല്ലോ, ആരോടും എന്താണ് അദ്ദേഹത്തിന് ഫീലിംഗ് പിറ്റി, ഓക്കെ, ദയാണ് അദ്ദേഹത്തിന് തോന്നുക. അതേപോലെ ഡെത്ത് ആൻഡ് മിസറീസ് അല്ലെ, മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെത്തിലെ കഷ്ടപ്പാടുകളുണ്ട്, മരണമുണ്ട്, മിസറീസ് കഷ്ടപ്പാടുകളുണ്ട്. ആർക്കാണ്? ഓഫ് ഹിസ് പാരിഷ്നേഴ്സ്, അദ്ദേഹത്തിന്റെ എന്താണ് ആ ഒരു നമ്മൾ പറയില്ലേ പാരിഷ് എന്ന് പറയില്ലേ നമ്മള്, ഇടവകയിലെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇടവകയിലുള്ള ആളുകൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന അസുഖം വന്നിട്ട്. അപ്പൊ ഇവരുടെ കഷ്ടപ്പാടും ഈ പറയുന്നത് എന്താ? ഇവരെ സെർവ് ചെയ്യും വേണം, ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണ് പറയുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യണം? ഇവരെല്ലാവരും കെയർ ചെയ്യണം, എല്ലാവർക്കും അന്ത്യകൂദാശ നൽകണം. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ മാനസികമായിട്ട് എന്താക്കാണ്? ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയാണ്. നമ്മുടെ പ്രീസ്റ്റ് ആണെങ്കിൽ എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും കൈൻഡ് ആണ്. നോക്കിയേ, the death and miseries of his parishioners and the limitless love and mercy of God. അതോടൊപ്പം തന്നെ ഇവിടെ എന്താണ്? ദൈവത്തിനോടുള്ള അതിയായ സ്നേഹം, ലിമിറ്റ്ലെസ് ലവ്, mercy of God. ദൈവത്തിനോട് നമുക്കും തിരിച്ച് ദൈവത്തിന് നമ്മളോടുമുള്ള ഒരു തീം എന്തുണ്ട്? ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗന് നമ്മൾ കാണുന്നുണ്ട്. ഒരാൾക്ക് ദൈവത്തോട് മാത്രമല്ല, തിരിച്ച് ദൈവം നമ്മളോട് കാണിക്കുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ ദയ, കരുണ, കഷ്ടപ്പാട്, ഈ ആളുകളുടെ പാരിഷനേഴ്സിന്റെ മരണം, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ തീമായിട്ട് പറയുന്നുണ്ട്. അടുത്തത്, ദ പ്രീസ്റ്റ് ഈസ് വെരി ടയർഡ്. അവിടെ നിന്നാണ് നമ്മുടെ പോം തുടങ്ങുന്നത്. എന്താണ് നമ്മുടെ അച്ഛൻ്റെ, നമ്മുടെ പ്രീസ്റ്റ് എന്താണ്? ഹി വാസ് വെരി ടയർഡ്. ആളെന്താണ്? ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്ഷീണിച്ചത്? എല്ലാവരുടെ അടുത്തേക്ക് എന്ത് ചെയ്യണം? ഇദ്ദേഹം പരിചരിക്കാൻ ഓടിയെത്തണം, എല്ലാവർക്കും അന്ത്യകൂദാശ നൽകാനും നമ്മുടെ അച്ഛൻ എത്തണം. നോക്കിയേ, tired and upset because half of his parishioners are either dead or in sick bed due to an epidemic. Epidemic എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൊറോണ കാലത്ത് പഠിച്ചു അല്ലെ, എന്ന് പകർച്ചവ്യാധിയാണ്. അപ്പൊ എന്താണ്? പകുതിയിലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ആ ഒരു ഇടവകയിൽ മരിച്ചുപോയി. അതേപോലെ തന്നെ എന്താണ്? ബാക്കിയുള്ളവരൊക്കെ അസുഖബാധിതരായിട്ട് കിടക്കാണ്. ഈ പകർച്ചവ്യാധി ബാധിച്ചിട്ട് എല്ലാവർക്കും അസുഖമാണ്. ഓക്കെ, അടുത്ത നോക്കിയേ, ഹി ഈസ് ഇൻ സർവീസ് ഓഫ് ദം അറ്റ് ഡേ ആൻഡ് നൈറ്റ്. ഇദ്ദേഹമാണെങ്കിലോ ഹി ഈസ് ഇൻ സർവീസ് ഓഫ് ദം, എല്ലാവരെയും എന്താ? രാത്രി എന്നില്ല, പകലെന്നില്ല, ഉച്ച എന്നില്ല, വൈകുന്നേരം എന്നില്ല. അപ്പൊ ഇദ്ദേഹം പ്രീസ്റ്റ് ആണ്, വളരെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം കീപ്പ് ചെയ്യുന്ന മനുഷ്യനാണ്, വളരെ ട്രസ്റ്റ്ഫുൾ, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്, ട്രൂത്ത്ഫുൾ, സത്യസന്ധനായിട്ടുള്ള മനുഷ്യനാണ്, വളരെ കൈൻഡ് ആണ്, വളരെ ജനറസ് ആണ്. ഇതൊക്കെ നമുക്ക് ഗില്ലിഗനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണെങ്കിൽ പകൽ ഇവരൊക്കെ നോക്കിയിട്ട് എന്താണ്? ഹി ബിക്കം വെരി ടയർഡ്. ആള് എന്ത് ചെയ്തിട്ടുണ്ട്? ടയർഡ് ആയിട്ടുണ്ട്. അടുത്തത്, ബീങ് വെരി ടയർഡ് ആൻഡ് അപ്സെറ്റ്. അങ്ങനെ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് ഒരു ഈവനിങ്, ഒരു വൈകുന്നേരം. ഓക്കെ, വളരെ ആള് ബോഡി എന്താണ്? ബോഡി, മനസ്സും ശരീരവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പോലെ ഇരിക്കുകയാണ്. വൺ ഈവനിങ് ഹി മട്ടേർഡ് ഹി ഹാഡ് നോ റെസ്റ്റ്. അതിങ്ങനെ അറിയാണ്ട് ഒന്ന് മുഷിഞ്ഞ് പറഞ്ഞു പോയി, എനിക്ക് എന്തിനും ഒട്ടും വിശ്രമില്ല. നോ ജോയ്, എനിക്ക് ഒട്ടും സന്തോഷമില്ല. നോ പീസ്, എനിക്ക് ഒട്ടും സമാധാനമില്ല. അപ്പൊ അത്രയും ഓടി നടന്നിട്ട് അദ്ദേഹം പറഞ്ഞു പോയതാണല്ലേ. soon he realized his mistake. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹം തിരിച്ചറിയാണ്. എന്നിട്ട് അദ്ദേഹം എന്താണ്? and pray to God, ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് for forgiveness. എന്തിനു വേണ്ടിയിട്ടാണ്? മാപ്പിന് വേണ്ടി. അപ്പൊ ഒരു പള്ളി ലച്ചനായിട്ടിരിക്കെ, ഒരു പ്രീസ്റ്റ് ആയിട്ടിരിക്കെ, അല്ലെ, ഒരു പ്രീസ്റ്റ് ആയിട്ടിരിക്കെ ഒരിക്കലും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും എന്ത് വരാൻ പാടില്ല?
അങ്ങനെയുള്ള വാക്കുകൾ വരാൻ പാടില്ല. എനിക്ക് ഞാൻ ക്ഷീണിച്ചു, ഞാൻ ടയർഡ്, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല, നോ പീസ്, നോ ജോയ്, ഐ ആം വെരി ടയർഡ് എന്നൊരിക്കലും എനിക്ക് തോന്നാൻ പാടില്ലായിരുന്നു. സോ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി വാട്ട് ഡിഡ് ഹി ഡു? He took prayer. He prayed to God. ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലെ, forgiveness, മാപ്പിന് വേണ്ടി. എന്താ അദ്ദേഹം പ്രാർത്ഥിച്ചത്? Forgiveness, മാപ്പിന് വേണ്ടി. And in the prayer he fell asleep leaning over a chair. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം എന്തായി ഒരു ചാരി കസേരയിൽ ഇരുന്ന് ചാരി അങ്ങ് ഉറങ്ങിപ്പോയി. ഓക്കെ, he could not attend the last moments of a dying man. So he was feeling, when he woke up, അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നു. എന്താണ്? അദ്ദേഹത്തിന് ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ പോയിട്ട് മതപരമായിട്ടുള്ള ആ ഒരു പ്രോസസ് ഒന്നും ആർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, നമ്മുടെ ഫാദർ ഗിലിഗന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. സോ ഹി വാസ് ഫീലിംഗ് എന്താണ്? വെരി സാഡ്. ഹി വാസ് ഫീലിംഗ് ഗിൽറ്റി അടിച്ചു. ഗിൽറ്റ് അടിക്കാന്ന് പറഞ്ഞ സ്വയം കുറ്റബോധം തോന്നുന്നു. അയ്യോ, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ആസ് എ പ്രീസ്റ്റ് ഐ ഷുഡ് ഹാവ് ഗോൺ ദർ. ഞാൻ അവിടെ പോണമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവിടെ പോണമായിരുന്നു. He woke up only in the following morning or at the time of sparrow chirp. So he woke up, അദ്ദേഹം എഴുന്നേറ്റു, only in the following morning, നെക്സ്റ്റ് ഡേയിലാണ് എന്ത് ചെയ്ത് അദ്ദേഹം എണീക്കുന്നത്? at the time of sparrow chirp. പക്ഷികൾ എന്താണ്, കുരുവികൾ എന്ത് ചെയ്യുന്ന ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം എന്ത് റിയലൈസ് ചെയ്തു? he realized his failure of duty and soon he roused his horse and rode to the sick man's house with little care. അദ്ദേഹം ഉടനെ അദ്ദേഹത്തിന് തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് ഗിൽറ്റ് അടിച്ചു, കുറ്റബോധം അടിച്ചു, ഉടനെ കുതിരയും എടുത്ത് പറന്നു. എങ്ങോട്ടേക്ക്? ആ മരിക്കാൻ കിടന്ന ആളെ വീട്ടിലേക്ക്. when he reached the house, അദ്ദേഹം ആ വീട്ടിലെത്തിയ സമയത്ത് the sick man's wife asked the priest in surprise when he came again. So വാതിൽ തുറന്നില്ല. ആ വാതിലിന് മുട്ടി വാതിൽ തുറന്ന സമയത്ത് മരിച്ചുപോയ മനുഷ്യന്റെ ഭാര്യയാണ്. ഭാര്യ ഒരു അതിശയം, എന്തിനാണ് ഫാദർ, why did he come again? എന്തിനാണ് നമ്മുടെ ഫാദർ ഗിരിഗൻ വീണ്ടും വന്നത്? അല്ലേ? she also told that the man had died an hour earlier as merry as a bird. അപ്പൊ ഈ ലേഡിയാണ് പറഞ്ഞത്, ഒരു മണിക്കൂർ മുൻപ് ഇദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു പോയില്ലേ? ആ സുഖമില്ലാതെ കിടന്ന ആള് മരിച്ചു. അദ്ദേഹം ഇങ്ങനെയാണ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, പക്ഷിയെ പോലെ സന്തോഷത്തോടു കൂടി ഇന്നസെന്റ് ആയിട്ട് നിഷ്കളങ്കനായിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം മരിച്ചു പിരിഞ്ഞത്. From the wife's words the priest understood that God has sent an angel to do his duties in his absence. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ലേഡിയുടെ വാക്കിൽ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? ഇദ്ദേഹത്തിന് ക്ഷീണിച്ച് അവിടെ മയങ്ങിപ്പോയതിൽ ദൈവത്തിന് ഒരു പരാതിയുമില്ല. അതുമല്ല, ദൈവം എന്തും ചെയ്തിട്ടുണ്ട്? ഒരു ഏഞ്ചൽ, ഒരു മാലാഖയെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ എല്ലാ കർത്തവ്യങ്ങളും ചെയ്യാൻ വേണ്ടി ഒരു മാലാഖയെ അയച്ചിട്ടുമുണ്ട്. He knelt in prayer and praised God, saying that the most powerful God with planets in his care showed mercy upon him. So അദ്ദേഹം എന്താണ്? ഉടനെ മുട്ടുകുത്തി ദൈവത്തിനോട് നന്ദി പറയാണല്ലേ. എന്താ? ഈ പ്രപഞ്ചവും ഈ യൂണിവേഴ്സും എല്ലാം കണ്ടെത്തുന്നത്, എല്ലാം അടക്കി ഭരിക്കുന്നത്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും ദൈവം തന്നെയാണ്. He showed mercy upon him, the silliest of God's creations. അല്ലെ, എന്താണ്? നമ്മളൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ദൈവത്തിന്റെ ഏറ്റവും ചെറിയ സൃഷ്ടിയാണ്. നമ്മളെക്കാളും വലിയ 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 സൃഷ്ടികളുണ്ട്. അപ്പൊ എല്ലാത്തിനെയും കണക്കിലെത്തി ഇദ്ദേഹം ദൈവത്തോട് എല്ലാത്തിനും വേണ്ടി എന്തെയാണ്? നന്ദി പറയാണ്. സോ ദിസ് ഇസ് ദ പോം. അല്ലെ, ഇനി അടുത്ത് നോക്കാം നമുക്ക്. The opening line, the old priest Peter Gilligan, is repeated 4 times, which can be taken as an example of refrain. Refrain നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലേ, നമ്മൾ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു. സോ refrain എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ റിപ്പീറ്റേഷൻ. The old priest Peter Gilligan 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏതാണ് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ലൈൻ? The old priest Peter Gilligan. The old priest Peter Gilligan is repeated 4 times so that we can call it as a refrain. നമുക്ക് എന്ത് വിളിക്കാം? അതിനെ refrain എന്ന് വിളിക്കാം. There are many examples of alliteration in the poem. അതേപോലെ alliterationന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. alliteration നമ്മൾ ഇപ്പൊ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സെയിം ലൈനിൽ എന്താണ്? വാക്കുകളുടെ ആദ്യം കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോലെ what man has done to man, അല്ലെ, man has made done with man ചോദിച്ച പോലെ സൗണ്ട് റിപ്പീറ്റ് ചെയ്തതുപോലെ ഇവിടെ നോക്കിയേ, praised Peter, അവിടെ എന്നുള്ള സൗണ്ട് എന്താണ്? ഇറ്റ് ഈസ് റിപ്പീറ്റഡ്. അടുത്ത് നോക്കിയേ, die and die, the sound is repeated. Next, mavron, sound is repeated. Mavron, man, no rest, no joy, no peace, no sound is repeated. അപ്പോൾ alliteration ഒരുപാട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്.
അടുത്തത് the word and is repeated at the beginning of several successive lines which is an example of anaphora. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? റിഫ്രെയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റെപ്പിറ്റേഷൻ. പക്ഷേ എന്താ അവിടെ പറയുന്നത്? ഈ ആൻഡ് എന്ന് പറയുന്നത് എന്താണ് ആനഫോറ എന്ന് പറഞ്ഞാല് ലൈനിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യുക? സെയിം വാക്ക് വന്നിട്ട് വീണ്ടും ലൈൻ തുടങ്ങാം. ആൻഡ് ഡാഷ് 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 ആൻഡ് ഡാഷ് ഡാഷ് ഡാഷ്. അപ്പൊ നോക്കിയേ, ഒരു വരിയുടെ തുടക്കത്തിൽ സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദാറ്റ് വി കോൾ എന്താണ്? ആനഫോറ. സോ ഇവിടെ ആനഫോറയുടെ എക്സാമ്പിൾ ഏതാണ്? ആൻഡ് എന്ന് പറയുന്ന ടേം ആണ്. നോക്കാം. ദ പ്രീസ്റ്റ് റൈഡിംഗ് ഹോഴ്സ്. ഓക്കെ, ഇത് ഹോഴ്സ് അല്ല, ഇത് കുതിരയാണ്, എനിക്കറിയാം. പക്ഷെ മാച്ച് ചെയ്ത് വേറെ ചിത്രം കിട്ടാത്തത് കൊണ്ടാണ്. ദ പ്രീസ്റ്റ് റൈഡിംഗ് ഹോഴ്സ് ഡൺ ആൻഡ് ഡസ് വിത്ത് ദ പ്രസൻസ് ഓഫ് മൗത്ത് ആർ എക്സാമ്പിൾസ് ഓഫ് വിഷ്വൽ ഇമേജസ്. സോ ഇവിടെ വിഷ്വൽ ഇമേജസിന്റെ എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. കുതിരയെ ഓടിച്ചു പോകുന്ന നമ്മുടെ പ്രീസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമ്മൾ എന്താണ് കടമറ്റത്ത് കത്തനാര് പോകുന്ന പോലെ എന്താണ് കുടയും പിടിച്ചല്ല, ഒരു കുതിരയുടെ മേൽ കുതിച്ചോടുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഡോൺ ആൻഡ് ഡസ് ലേ, പുലർച്ചെ, അതേപോലെ എന്താണ് നമ്മുടെ ആ ഒരു സമയം നമുക്ക് ഇമാജിൻ ചെയ്യാം. അതേപോലെ ദ ചീപ്പ് ഓഫ് സ്പാരോസ്, കുരുവികളുടെ ശബ്ദം. ദ പ്രീസ്റ്റ് ക്രൈ, ഇദ്ദേഹം നമ്മുടെ പ്രീസ്റ്റ് കരയുന്നത്. മാവ്രൺ, മാവ്രൺ ക്യാൻ ബി ടേക്കൻ ആസ് ഓഡിറ്ററി ഇമേജസ്. അതെന്താണ്? ഇതൊക്കെ ശബ്ദത്തെ റിലേറ്റ് ചെയ്തിട്ടാണ്, കേൾവിയെ റിലേറ്റ് ചെയ്തിട്ടാണ്. സോ ഇറ്റ് ഈസ് എന്താണ്? ഓഡിറ്ററി ഇമേജസ് ആണ്. സ്റ്റാർ ബിഗാൻ ടു പീപ്പ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പേഴ്സണിഫിക്കേഷൻ. സ്റ്റാർ ബിഗാൻ ടു പീപ്പ്, നക്ഷത്രങ്ങൾ എന്താണ്? ഒളിഞ്ഞു നോക്കുന്നു. പീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ എത്തി നോക്കുന്നു, ഒളിഞ്ഞു നോക്കുന്നു. നക്ഷത്രങ്ങൾ എന്താണ്? ഒരിക്കലും ഒളിഞ്ഞു നോക്കില്ല. പക്ഷേ നക്ഷത്രം തല ഉയർത്തി ഒളിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഒളിഞ്ഞു നോട്ടം സാധാരണ ആരതാണ്? മനുഷ്യരുടെ സ്വഭാവമാണ്. ഒളിഞ്ഞു നോക്കുക എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? മഞ്ഞിന്റെ വീട്ടിലെ ഗേറ്റിലേക്കും മറ്റുള്ളവരുടെ ആൻസർ ഷീറ്റിലേക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒളിഞ്ഞു നോക്കും. മറ്റുള്ള തിന്നുന്ന പ്ലേറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒളിഞ്ഞു നോക്കി എന്ന് വരാം. സോ എത്തി നോക്കുക എന്നുള്ളത് എന്താണ്? മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. സോ എന്താണ്? ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ, പേഴ്സണിഫിക്കേഷൻ. അടുത്തത് സിമിലി. സിമിലി നമുക്കറിയാം, നമ്മൾ ആസും ലൈക്കും ഉപയോഗിച്ച് നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ അതിനെ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സിമിലി അല്ലേ? ആസും ലൈക്കിനെ നമ്മൾ എന്താണ്? കമ്പാരിസൺ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ്? He died as merry as bird. പക്ഷേ പോലെ സന്തോഷിച്ച് മരിച്ചു. So this is an example of simile. These are some of the figures of speech used in the poem. നമ്മുടെ റൈറ്റർ യീറ്റ്സ് എന്താണ്? WB യീറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്ന ചില ഫിഗറേറ്റീവ് സ്പീച്ചസ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പേഴ്സണിഫിക്കേഷൻ പറഞ്ഞു, അലിട്രേഷൻ പറഞ്ഞു, സിമിലി നമ്മൾ പറഞ്ഞു, അതേപോലെ റിഫ്രെയിൻ നമ്മൾ പറഞ്ഞു, ആനഫോർ ഓൾസോ നമ്മൾ പറഞ്ഞു, വിഷ്വൽ ഇമേജസ് പറഞ്ഞു, ഓഡിറ്ററി ഇമേജസ് പറഞ്ഞു. വിശദമായിട്ട് നമ്മളെല്ലാം പറഞ്ഞു. Hope it is very clear. So let's move to the next one. Here we have poetry. The famous poet Neruda. അല്ലേ? നമുക്കൊക്കെ ഭയങ്കര എന്താണ്? മാനസികം നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പോലെ കുറച്ച് ബുദ്ധി കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്? ചിലപ്പോൾ വായിച്ചാൽ ഒന്നും നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അത് നമ്മൾ ആരുടെ കുറ്റമില്ല, കുറച്ച് ഈ ബുദ്ധി കൂടിയ ആൾക്കാർക്കുള്ള സ്വഭാവമാണ് അല്ലേ? കടുകട്ടിട്ടുകൊണ്ട് ഇങ്ങോട്ട് എഴുതി വെച്ചാലും. സോ പോയട്രി എന്ന് പറയുന്ന ഒരു പോം നമുക്ക് ആദ്യം ഒരു പക്ഷേ വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി നമ്മളൊന്ന് തുടർച്ചയായി വായിച്ച് അതിന്റെ അർത്ഥം അറിഞ്ഞാൽ വളരെ എന്താണ് നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്ന തരത്തിലൊരു പോയട്രിയാണ് പോയട്രി റിട്ടൺ ബൈ പാബ്ലോ നെരൂദ എന്ന് പറയുന്ന എക്കാലത്തെയും വളരെ നല്ല എഴുത്ത്. ഈ അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു, പാബ്ലോ നെരൂദയുടെ മരണം എന്താണ്? ഈ മാധ്യമം പേപ്പറിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൊലപാതകമാണ്, മരണത്തിൽ ദുരൂഹതയുണ്ടെന്നൊക്കെ തെളിഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള ന്യൂസ് ഒരു 2 weeks ബിഫോർ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കമ്പാക്ട് ഞാൻ അതിൽ ഒരു റെലവെന്റ് ആയിട്ട് കണ്ടംപററി ആയിട്ട് കണ്ടപ്പോൾ പറഞ്ഞെന്നുള്ളൂ. പോം അപ്രിസിയേഷൻ എന്താണ്? ഏതിന്റെയാണ്? പോയട്രി ബൈ പാബ്ലോ നെരൂദ. ഇവിടെ ഒരു ബിയുടെ കുറവുണ്ട്, ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി എല്ലിന് എന്താക്കാണ് ബി ആക്കി. ഓക്കെ, the poem poetry is written by the Chilean poet Pablo Neruda. പോയിട്രി എന്ന് പറയുന്ന ഈ അതിപ്രശസ്തമായിട്ടുള്ള കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? ചിലിയൻ പോയറ്റ് ആയിട്ടുള്ള പാബ്ലോ നെരൂദയാണ്. In his 1964 poem entitled Poetry, Neruda vividly narrates his experience of creativity and moments of great poetic inspiration. So ഈ ഒരു പോയറ്റിൽ ഇദ്ദേഹം നമ്മളോട് പറയുന്നത്, ബൈ അതിന് മുൻപ് ഇദ്ദേഹം പറയുന്നു 1964 എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഈ ഒരു പോം എഴുതുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? പോയിട്രി എഴുതുമ്പോൾ ക്രിയേറ്റിവിറ്റി എന്താണ് അദ്ദേഹത്തിന് പ്രചോദനമായത്? ഒരു കവി ആകാനുള്ള ഒരു ശക്തി, പവർ, ഒരു ഉൾക്കാഴ്ച, ഉൾശക്തി, ഇതൊക്കെ എവിടുന്ന് അദ്ദേഹത്തിന് കിട്ടി? അതിനുശേഷം അദ്ദേഹം എങ്ങനെ ഒരു പോയിന്റ് ആയിട്ട് അദ്ദേഹം ജീവിച്ചു എന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ കവിതയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നു. അടുത്ത സെന്റൻസ്, poetry sprouts when an emotion is discovered and turned into a thought by means of words. The poem poetry described the transition of emotion into thought that occurred in Neruda. The poetry described the transition of emotion. അദ്ദേഹത്തിന്റെ വികാരങ്ങളായിരുന്നു. വികാരങ്ങൾ എന്താണ്? വികാരമായിട്ട് ഉൾക്കൊള്ളാതെ
എന്തായിട്ട് മാറി? വികാരങ്ങൾ ചിന്തയായിട്ട് മാറി. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരാളെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാണ്. ആ ഇഷ്ടമായി തന്നെ ഞാൻ ഒന്നും പലക്കും ചിന്തിക്കാണ്ട് ഇഷ്ടം വെച്ചിരുന്ന അയാളെ വെറും സ്നേഹിച്ചിരിക്കല്ലാണ്ട് ഞാൻ ചിന്തിക്കാണ് ആ വ്യക്തി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന നല്ലൊരു സുഹൃത്താണോ, ആ വ്യക്തി എന്നെ മനസ്സിലാക്കുമോ, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ എന്താണ് സ്വാർത്ഥമായിട്ടാണോ കാണുന്നത്, അങ്ങനെ നമ്മൾ ചിന്തിക്കും. നമ്മുടെ വികാരത്തിന് നമ്മൾ എന്താക്കുക, ചിന്തയാക്കിയിട്ട് മാറ്റുമ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച ട്രാൻസിഷൻ ഓഫ് ഇമോഷൻ ഇൻ ടു തോട്ട്സ് ദാറ്റ് ഒക്കേർഡ് ഇൻ നെരൂദ. ഒരു കവി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചില വികാരങ്ങൾ അദ്ദേഹം എന്തൊക്കെ ചിന്തകളാക്കി മാറ്റി. ആ ചിന്തകളിലേക്കുള്ള മാറ്റമാണ് ഈ കവിതയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നമ്മളോട് വർണ്ണിക്കുന്നത്. ചിന്തകളാകുമ്പോഴാണ് എന്താ അത് മനോഹരമാകുന്നത്. ഇമോഷൻസിനായാലും നമ്മൾ ചിന്തിച്ച് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കണ്ട് മനസ്സിലാക്കി ഒരു കൺക്ലൂഷൻ എത്തുമ്പോഴാണ് എന്ത് സംഗതിയും അതിമഹത്വമാകുന്നത്, ഭംഗിയാകുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, emotion, transition of emotion. That is very important. Transition of emotion into thoughts. അടുത്തത്, the poem reveals the internal conflict and struggle the poet undergoes while writing poem. അടുത്തത് എന്താ പറയുന്നത്, the poem reveals the internal conflict and struggle. ഈ പോയത്തിന് മനുഷ്യന്റെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ്, മാനസികമായിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന പല കൺഫ്യൂഷൻസും സ്ട്രഗിൾസും പറയുന്നുണ്ട്. അദ്ദേഹം ഒരു പോയറ്റ് എഴുതുമ്പോൾ, ഒരു കവിത എഴുതുമ്പോൾ അദ്ദേഹം പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇതിൽ പറയുന്നുണ്ട്. It tells that writing poems is not simply an action that he performs, but rather it's a passion that overpowers him. ഇദ്ദേഹം എന്താ പറയുന്നത്, it tells that writing poems is not simply an action. ഒരു പോം എഴുതുക എന്നുള്ളത് it's not simply an action, ഒരു ചെറിയൊരു കാര്യമല്ല, ചെറിയൊരു പ്രവൃത്തിയല്ല, that he performs, but rather അതിനേക്കാൾ ഉപരി it is a passion that overpowers him. ഇതെന്നൊരു പാഷനാണ്, അഭിനിവേശമാണ് ഇദ്ദേഹത്തിന്റെ എന്തിന്റെ, അതെന്താക്കുന്നു, ഇദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നു, കൂടുതൽ സ്ട്രോങ് ആക്കുന്നു, ഇദ്ദേഹത്തെ കൂടുതൽ പവർഫുൾ ആക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ കൂടുതൽ ശക്തവാനാക്കുന്ന, അദ്ദേഹത്തെ കൂടുതൽ പവർഫുൾ ആക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്ത്, റൈറ്റിംഗ് പോയട്രി, പോയം എഴുതുക എന്നുള്ളത്. വീക്ക്നെസ് ആണ്. ഒരു നടൻ എന്ന നിലയ്ക്ക് എന്താണ്, നടൻ എപ്പോഴും അഭിനയിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്ത് വരും, എന്നിൽ ടീച്ചർ മരിച്ചു ഞാനൊരു വിരസത ഫീൽ ചെയ്യും. കാരണം ടീച്ചിങ്ങിന് എന്താണ് അത്രയധികം ഇഷ്ടം കൊള്ളുന്ന ആളാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്ലാസ് എടുത്തില്ലെങ്കിൽ വി വിൽ ബിക്കം എന്താണ് വെരി സാഡ്, നമ്മളല്ലാതെ മാറും. അപ്പൊ ക്ലാസ് എടുക്കുന്നതോറും പഠിപ്പിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഇറ്റ് മേക്സ് മോർ പവർഫുൾ. അതേപോലെ കവി എന്ന നിലയിൽ ഇദ്ദേഹം പറഞ്ഞ എന്താണ്, കൂടുതൽ എഴുതുമ്പോഴാണ് ഇദ്ദേഹത്തെ എന്തേക്കുന്നത്, കൂടുതൽ ശക്തമാക്കുന്നത്. Neruda had a strong internal compulsion to write poetry. അദ്ദേഹത്തിന് എന്താണ് അതിശക്തമായിട്ട് ഒരു പവർ തന്നെ ഉണ്ടായിരുന്നു. It arrived to him when he was without a face, so he was not at all confident to write poetry at the beginning, but soon he becomes aware of the impulse to write poetry. So ഇദ്ദേഹത്തിന് ആ ഒരു എന്താണ് ഉൾവിളി കിട്ടിയ സമയത്ത് he hadn't a face, he hadn't any name, he was not a famous man. ഇദ്ദേഹം എന്തായിരുന്നില്ല, ഒരിക്കലും ഒരു ഫേമസ് ആളായിരുന്നില്ല, ഇദ്ദേഹത്തിന് ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല, ഇദ്ദേഹത്തിന് വലിയ കഴിവുണ്ടായിരുന്നില്ല, ഇദ്ദേഹം വലിയ സംഭവം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹത്തിന് സ്കെയർഡ് ആയിരുന്നെങ്കിൽ കൂടി വാട്ട് ഡിഡ് ഹി ഡു, അദ്ദേഹം എന്ത് ചെയ്തു, സൂൺ ഹി ബിക്കംസ് aware of the impulse to write poetry. അദ്ദേഹത്തിനുള്ള ഭാഷ, അദ്ദേഹത്തിനുള്ള തോട്ട്സ്, അദ്ദേഹത്തിനുള്ള ചിന്തകള്, അതിന്റെ ഒരു പവർ, അതിന്റെ ഒരു ശക്തി he believed, അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. So what did he do? He continued the journey. He began to write poetry. Okay, so what he decided to write the poem. He decided to continue his journey with poems. ആ കവിതകളുടെ കുള്ള യാത്ര അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹം അങ്ങ് തുടങ്ങിയില്ലേ. Next one, by the end of the poem, ഈ പോയത്തിന്റെ അവസാനത്തിൽ what can we see? We see a transformed poet who finds himself as a part of something, part of void, mystery, part of abyss, going with the flow, wheeling with the stars. So അദ്ദേഹം ഇതിന്റെ അവസാനത്തേക്ക് എന്തിലേക്ക് കാണുന്നതല്ലേ, പ്രകൃതിയോടൊപ്പം, പ്രകൃതിയിലെ പല ശക്തികളോടൊപ്പം എന്താണ്, പ്രകൃതിക്ക് അനുസരിച്ച്, അദ്ദേഹത്തിന്റെ ഉൾവിളിക്കനുസരിച്ച്, അദ്ദേഹത്തിന്റെ ഉള്ളിലെ കഴിവിനനുസരിച്ച് ഒഴുകുന്ന ഒരു കവി അദ്ദേഹം എന്ത് ചെയ്ത് കണ്ടു. When he writes, my heart broke loose on the wind. അല്ലേ, എന്താ പറയുക, കാറ്റിനോടൊപ്പം എൻ്റെ ഹൃദയം എന്താണ്, എൻ്റെ ഹൃദയം തകർന്നങ്ങനെ പറക്കാൻ നോക്കി, പറന്നു അതിനോടൊപ്പം സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഹൃദയം പുറത്തു പോയി പറക്കോ? ഇല്ല, അതുപോലെ വിശാലമായി ചിന്തിച്ചു,
വിശാലമായിട്ട്, അതായത് ഒരു ബാരിയർ ഇല്ല, തടസ്സമില്ല. അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് തടസ്സം വെക്കാനൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ചിന്തിച്ചുകൊണ്ടേയിരുന്നു, സ്വതന്ത്രമായി ചിന്തിച്ചു, സ്വതന്ത്രമായി സഞ്ചരിച്ചു, സ്വതന്ത്രമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. ഹി എക്സ്പ്രസസ് ഹിസ് ഡിലൈറ്റ് ഇൻ റൈറ്റിംഗ് പോം. അതേപോലെ കവിത എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം, അദ്ദേഹത്തിന്റെ ഡിലൈറ്റ്, ഹാപ്പിനെസ്, അദ്ദേഹത്തിന്റെ പ്ലഷർ that he could express in his poems. അദ്ദേഹത്തിന്റെ പോയത്തിൽ എന്താണ്? അത് എക്സ്പ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അടുത്തത്, the poem is packed with beautiful imagery to express the joy of being part of the creation and the awareness obtained from the nature of the need to create. അതോടൊപ്പം അദ്ദേഹം എന്താ പറയുന്നത്? The poem is packed with beautiful imagery. ഒരുപാട് നല്ല നല്ല ഇമേജസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. Then ഈ ഒരു പോം, അതിന്റെ എന്താണ്? ക്രിയേഷൻ. ആ പോം ക്രിയേറ്റ് ചെയ്ത് ഭംഗിയാക്കാൻ, അർത്ഥവത്തമാക്കാൻ, ആളുകളുടെ മനസ്സിലേക്ക് ഇറക്കി ചെല്ലാൻ അദ്ദേഹം എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? അതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഇമേജറീസും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. The poet personifies poetry when he says poetry arrived in search of time. എന്താണ്? ഞാനല്ലേ തിരക്കിനിടയിൽ, തിരഞ്ഞു നടക്കുന്നതിനിടയിൽ പോയട്രി എന്നെ തേടി വന്നു. arrived എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തുക. എത്തുക എന്നത് മനുഷ്യർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോയറ്റ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പോയറ്റ് personified the poetry. പോയട്രി, കവിതയെ അദ്ദേഹം പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് കോംപ്രിഹെൻഷൻ എക്സ്ട്രാക്ട് ബേസ്ഡ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എക്സ്ട്രാക്ട് തന്നിട്ട്, പദ്യം തന്നിട്ട് താഴെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതും നിങ്ങളോട് ചോദിക്കാം, ഈ പറഞ്ഞ സ്റ്റാൻഡയിൽ എന്തിനെയാണ് പേഴ്സണിഫൈ ചെയ്തതെന്ന് ചോദിച്ചാൽ യു പീപ്പിൾ ഷുഡ് റൈറ്റ് ദാറ്റ് പോയട്രി ഈസ് പേഴ്സണിഫൈഡ്. എന്തിനെയാണ് പേഴ്സണിഫൈ ചെയ്തത്? പോയട്രിയാണ് കവി പേഴ്സണിഫൈ ചെയ്തത്. സെറ്റ് അല്ലേ? സെറ്റ് കേട്ടോ. അടുത്തത്, the images used in the poem make it more complex but add to the beauty and strength of the subject conveyed. എന്താണ് ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇമേജസും എന്താണ്? കുറച്ച് കോംപ്ലക്സ് ആണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ ഈ ഒരു പോയിന്റിന്റെ തീം എന്താണോ അതിനെ വളരെ ഭംഗിയാക്കി കാണിക്കാൻ, വലുതാക്കി കാണിക്കാൻ, ആളുകൾക്ക് മനസ്സിലാകും പോലെ അവരുടെ ഉള്ളിലേക്ക് അടിച്ചമർത്തി എന്താണ്? അടിച്ച് താഴെങ്കിൽ ഇറക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്. നെക്സ്റ്റ് വൺ, the poem is filled with images like branches of night. എന്തെല്ലാം ഇമേജസ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട്? ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് അല്ലെ? രാത്രികളുടെ ശാഖകൾ, രാത്രികൾ, പല ശാഖകൾ. ആ ഒരു ടൈമിംഗ് ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. വയലന്റ് ഫയർസ്, ആളിക്കത്തുന്ന തീ, പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ, തുടുത്ത് നിൽക്കുന്ന ആ ഒരു മരങ്ങളും ചെടികളും ഒക്കെ അല്ലേ? അപ്പൊ അവർ പറയുന്ന രാത്രിയും അതേപോലെ എന്താണ്? ആളിക്കത്തുന്ന ഈ ഒരു തീയും അതേപോലെ തുടിച്ചു നിൽക്കുന്ന എന്താണ്? ഇങ്ങനെ നിൽക്കുന്ന മരങ്ങളും, ഇതൊക്കെ എന്താണ്? ഇമേജസ് ആണ്. The poet uses quite formal style and diction. The rhythm thought it varies from stanza to stanza. Stanza to stanza, അതിന്റെ rhythm എന്താണ്? It is different, is smooth and the tone is intense. Okay. Use of alliterations like something started my soul. Alliteration ഉണ്ട്. നോക്കേ, something started my soul. Sound repeat ചെയ്തു. Fever of forgotten. Sound is repeated. Next one, palpitating plantation. Sound is repeated. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്താണ്? അതെന്താണ്? That is alliteration ആണ്. അടുത്തത്, gives the impact the poet that has gone through. He also uses paradoxical statement like pure wisdom of someone who knows nothing. Paradoxical എന്ന് പറഞ്ഞാൽ വിരോധാഭാസം, വിപരീതമായിട്ടുള്ള. Pure wisdom of someone who knows nothing. ഒന്നും അറിയാത്ത ആളുകളുടെ ഏറ്റവും നല്ല വിവേകം. അപ്പൊ ഒന്നും അറിയാത്ത ആളെ നമ്മൾ വിവേകിന്ന് വിളിക്കോ? അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒന്നും അറിയാത്ത സമയത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്നും അറിയാതെ വലിയ കാര്യങ്ങളൊന്നും അറിയാത്ത സമയത്ത് അദ്ദേഹത്തിന് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും അറിയാവുന്ന കാര്യം, അല്ലെങ്കിൽ ഏറ്റവും അദ്ദേഹം വിവേകത്തോട് കൂടി ചിന്തിച്ചൊരു കാര്യം, അതാണ് ഇവിടെ പറയുന്നത്. പ്യൂർ വിസ്ഡം ഓഫ് സമ്മൺ ഹു നോസ് നത്തിങ്. ഒന്നും അറിയാത്തതിന്റെ പ്യൂർ വിസ്ഡം. അപ്പൊ ഒരു വിരോധാഭാസം പോലെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് എന്ത് പൊട്ടത്തരാന്നല്ലേ? അടുത്തത്, ദി എക്സാഗ്രേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ദർ ഐ വാസ് വിത്തൗട്ട് എ ഫേസ്. ഞാനൊരു മുഖമില്ലാതെ നിൽക്കുകയായിരുന്നു. മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്. എന്റെ ഹൃദയം എന്താണ്? കാറ്റിനോടൊപ്പം ഫ്രീ ആയി, സ്വതന്ത്രമായിട്ട് എന്താണ്? മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്സ് അല്ലേ? എന്റെ ഹൃദയം എന്താണ്? നടുങ്ങി. എന്റെ ഹൃദയം നടുങ്ങിയത് കാറ്റിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. ലൂസ് ഓൺ ദ വിൻഡ്സ് അല്ലേ? കാറ്റിന് മേലെ, കാറ്റിനോടൊപ്പം അത് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ഐ വീൽഡ് വിത്ത് ദ സ്റ്റാർസ്. ഞാൻ എന്താണ്? സ്റ്റാർസ്, നക്ഷത്രങ്ങളോടൊപ്പം ഞാനും എന്താണ്? കറങ്ങാൻ തുടങ്ങി. ആർ എക്സാമ്പിൾസ് ഓഫ് ഹൈപ്പർബോളെ യൂസ്ഡ് ഇൻ ദ പോം. ഹൈപ്പർബോളെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഹൈപ്പർബോളെ യൂസ്ഡ് ഇൻ ദ പോം. ചിലപ്പോൾ നിങ്ങളോട് എക്സ്ട്രാക്ട് ബേസ്ഡ് സ്റ്റാൻസ തന്നിട്ട് ചോദിക്കാം, എന്താണ് മേലെ തന്ന സ്റ്റാൻസയിൽ ഹൈപ്പർബോളെ ആയിട്ട് യൂസ് ചെയ്തത്? അപ്പൊ ഹൈപ്പർബോളിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം? യു പീപ്പിൾ ഷുഡ് മനസ്സിലാക്കണം, നിങ്ങൾ ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്?
My heart broke loose on the wind. I wheeled with the stars as example. There I was without a face. ഇതൊക്കെ എന്താണ് ഹൈപ്പർബോളിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ അതെല്ലാം കഴിഞ്ഞു അല്ലെ. Yes, one more point we lost. The poem is written in blank verse. Blank verseലാണ് എന്ത് ചെയ്തത് ഈ പോയം എഴുതിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു റിതം ചേഞ്ച് ആണ് സ്റ്റാൻസ ടു സ്റ്റാൻസ. അപ്പൊ എന്താണ് ഇതിൽ നമ്മൾ അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഹൈപ്പർബോള യൂസ് ചെയ്തിട്ടുണ്ട്, പാരഡോക്സിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയത്. കോട്രെയിൻ 4 വരിയുള്ള സ്റ്റാൻസസ് ആയിട്ടാണ് എഴുതിയത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത ഒരു പോം കൂടി നമുക്കുണ്ട്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മദർ ടു സൺ അല്ലെ. മദർ ടു സണ്ണും കൂടി എന്താണ് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് 5 പോം നമ്മൾ ഇന്ന് ഇവിടെ പഠിച്ചു അല്ലെ. വാട്ട് എ വണ്ടർഫുൾ തിങ്. സോ മദർ ടു സൺ ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ വളരെ ഭംഗിയായ നമ്മളിങ്ങനെ വായിക്കുന്നത് നമുക്ക് എന്താണ് അത് സന്തോഷം തരുന്നൊരു പോമാണ് മദർ ടു സൺ. എപ്പോഴും അമ്മയും കുഞ്ഞുങ്ങളും അത് പോയം ആയിക്കോട്ടെ കഥയായിക്കോട്ടെ അത് വായിക്കുന്നത് നമുക്ക് വേറൊരു വൈബാണ് അല്ലെ. ഒരു എന്താണ് സ്നേഹമാണ്. എപ്പോഴും അമ്മയും കുട്ടികളും കാണുന്ന ഒരു ഫോട്ടോയിൽ അച്ഛനും കുട്ടികളും ഇതേപോലെ ഒരു എന്താണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് എന്താണ് ഇറ്റ് മേക്സ് us ഹാപ്പി അല്ലെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നോക്കാം ഇവിടെ എന്താണ് നമ്മുടെ മദർ ടു സണ്ണിൽ നമ്മളെ അല്ലെ പോയിറ്റിന് പറയാനുള്ളത്. ലാങ്സ്റ്റൺ ഹ്യൂസിന് എന്താണ് അദ്ദേഹം വാട്ട് ഹി വാണ്ട്സ് ടു ടോക്ക് ടു us, വാട്ട് ഹി വാണ്ട്സ് ടു ടെൽ us, എന്താണ് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത്. ശ്രദ്ധിക്കാം. Mother to Son, the poem that shares the universal concept of suffering and discrimination, was penned by the phenomenal Afro-American writer come social activist Langston Hughes. എന്താ പറഞ്ഞേ എന്തൊക്കെയോ നമ്മളിവിടെ പറഞ്ഞു അല്ലെ. Mother to Son, the poem that shares the universal concept of suffering and discrimination. യൂണിവേഴ്സലി നമുക്കറിയാം എന്താണ് ലോകത്താകെ നിലനിന്നിട്ടുള്ള ഒരു സംഗതിയായിരുന്നു സഫറിങ് എന്ന് പറയുന്നതാണ് അനുഭവിക്കുക. ആൻഡ് ഡിസ്ക്രിമിനേഷൻ വേർതിരിവ് വാസ് പെൻഡ് ബൈ ദ ഫിനോമിനൽ ആഫ്രിക്കൻ റൈറ്റർ കം സോഷ്യൽ ആക്ടിവിസ്റ്റും ആഫ്രിക്കൻ റൈറ്ററുമായിട്ടുള്ള ലാങ്സ്റ്റൺ ഹ്യൂസ് നമ്മളോട് പറയുന്നത് സെഗ്രിഗേഷനിലെ എന്താണ് കളറിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഇതിന്റെ പേരിലൊക്കെ ലോകത്താകമനം നിലനിൽക്കുന്നതാണ് എന്ത് വേർതിരിച്ചു നിർത്താൻ മനുഷ്യരെ. അങ്ങനെ മനുഷ്യരെ വേർതിരിച്ചു നിർത്തുന്ന ഒരു യൂണിവേഴ്സൽ തീമാണ് ഈ പോയറ്റ് എന്ത് ചെയ്തത് നമ്മുടെ ഈ പോയറ്റിൽ പറയുന്നത്. The poem is a dramatic monologue. Dramatic monologue എന്ന് പറയാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും അദ്ദേഹം സംസാരിക്കുകയാണ് നമ്മളോട്. അദ്ദേഹം എന്താണ് പറയുന്നത് നമ്മൾ എന്ത് പറയാ ഒരാളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് സംസാരിക്കുന്നതിന് പുറത്തേക്ക് പറയുന്നതിന് we call monologue, where a black mother tells her son not to give up hope. എന്താണ് ഇവിടുത്തെ മോണലോഗ്? ഒരു ബ്ലാക്ക് മദർ, ഒരു കറുത്ത വർഗ്ഗക്കാരിയായ അമ്മ അവരുടെ മകന് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കാണ് യു ഡു നോട്ട് ഗിവ് അപ്പ്. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, നീ തളരരുത്. ഡോണ്ട് ഗിവ് അപ്പ്, നീ തളരരുത്. ദ ബ്ലാക്ക് മദർ ഷെയർസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഹാർഡ്ഷിപ്പ് ഷീ ഹാഡ് ബീൻ എക്സ്പോസ്ഡ് ടു. ദി ബ്ലാക്ക് മദർ ഷെയർസ് ഡിഫിക്കൽട്ടീസ്. ബ്ലാക്ക് മദർ എന്ത് ചെയ്യുന്നു? അവരുടെ കഷ്ടപ്പാടുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഷീ ഷെയർസ്, അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദെൻ ഹാർഡ്ഷിപ്പ് ഷീ ഹാഡ് ബീൻ എക്സ്പോസ്ഡ് ടു. അപ്പൊ അവരെന്താ കഷ്ടപ്പെട്ട് അനുഭവിച്ചതും ഇനി അവർക്ക് മുന്നിൽ ഉണ്ടാകുന്നതുമായ പല അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, ജീവിതത്തിൽ ഇവിടെ വരെ എങ്ങനെ എത്തി, എങ്ങനെ പൊരുതിയിട്ട് ഇവിടെ വരെ എത്തി, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ മദർ ഈ മകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലൈഫ് വാസ് ഹാർഡ് ഫോർ ഹർ വിത്ത് എ ഫെയർ ഷെയർ ഓഫ് ഓൾ ദ ട്രബിൾസ് ആൻഡ് ഒബ്സ്റ്റേക്കിൾസ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് അക്കോർഡിംഗ് ടു ഹർ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ഹാർഡ്. അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. All the troubles and obstacles, പലവിധ തടസ്സങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഇവർക്ക് ഉണ്ടായിരുന്നു. She tells her son that her life was in a crystal sphere. അപ്പൊ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഒരു ലൈന്. എന്താണ് മകന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും എന്തില്ല ഒരു തെളിഞ്ഞു കിടക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു കല്ലോ പുള്ളോ ഒന്നുമില്ലാത്ത മിനുസമുള്ള കണ്ണാടിയുടെ ക്രിസ്റ്റൽ തെളിഞ്ഞിരിക്കുന്ന ഒരു ഏണിപ്പടിയല്ല ജീവിതം. എന്താണ്? her life wasn't as glamorous as any available. അവരുടെ ജീവിതം എന്താണ്? അതുപോലൊരു അത്ര വലിയ ഭംഗിയുള്ള മനോഹരമായതൊന്നും ആയിരുന്നില്ല. it was not a bit beautiful as well. ഒരു തരി പോലും ഒരു നുള്ളു പോലും ഭംഗിയുള്ള സ്വസ്ഥതയുള്ള പീസ്ഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള ഹാപ്പിനെസ് ആയിട്ടുള്ള ലൈഫ് ആയിരുന്നില്ല. അടുത്തത് instead it was full of tags that hurt her
all the time she walked forward, and the splinters didn't grant her a smooth walk. അവരെ സംബന്ധിച്ച് ജീവിതം എപ്പോഴും എന്താണ്? കല്ല് നിറഞ്ഞതാണ്, മുള്ളു നിറഞ്ഞതാണ്. ഒരിക്കലും അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? വഴികൾ ഒരു സ്മൂത്ത് ആക്കി കൊടുത്തിട്ടില്ല. To make matters worse, വിഷയങ്ങൾ കൂടുതൽ വഷളാക്കാൻ, the both sometimes were torn up. Going forward was made difficult with each day. അവരെ സംബന്ധിച്ച് എന്താണ്? ചില സമയത്ത് പല സാഹചര്യങ്ങൾ, പല ഇൻസിഡന്റ്, പല അനുഭവങ്ങൾ അവരുടെ വഴി കൂടുതൽ തടസ്സപ്പെടുത്തിയിട്ടേയുള്ളൂ. പക്ഷേ going forward was made difficult each day. മുന്നോട്ട് പോവുക എന്നുള്ളത് എന്താണ്? ഓരോ ദിവസവും കൂടുതൽ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരുന്നു. She has to put a brave face to fight against all the odds. നമുക്കറിയാം ആഫ്രിക്കൻ നീഗ്രോസ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് മുന്നോട്ട് ഫൈറ്റ് ചെയ്ത് മുന്നിലേക്ക് പോകാൻ. against all the odds. odds എന്ന് പറഞ്ഞാൽ എന്താ? ഇവർക്കെതിരെ എന്താണ് നിൽക്കുന്ന ഒറ്റപ്പെട്ട വിഭാഗം, വെള്ളക്കാര്, കുറച്ചാളുകളുടെ മെന്റാലിറ്റിയിലെ ഓഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അതായത് സെഗ്രിഗേഷൻ വേണം, വേർതിരിവ് വേണം, തൊലിയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, എന്തിനൊക്കെ പേരിൽ വേർതിരിവുണ്ടോ, സെപ്പറേഷൻ ഉണ്ടോ, റേസിസം അല്ലേ, ഇത് കാണിക്കുന്ന വളരെ ഓഡ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, കൂട്ടത്തിൽ ചേരാത്ത ഒറ്റയാന്മാർക്കെതിരെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഷി ഹാസ് ടു ബി ബ്രേവ്. വളരെ ബ്രേവ് ആവണം. വളരെ എന്താ? ബ്രേവ് ഫേസ് ഷി ഹാസ് ടു ഷോ. അടുത്തത്, മേ ബി ഷി വാസ് ഓൾ ബൈ ഹെർസെൽഫ് or was feeling emotionally insecure, was struggling to free herself from poverty, or has been victimized. Maybe she was all by herself. ഒരു പക്ഷേ എന്താണ്? എല്ലാ കാര്യങ്ങളും ഇവൾ തന്നെ ചെയ്യേണ്ടി വരും. വാസ് ഫീലിംഗ് ഇമോഷണലി ഇൻസെക്യൂർ. ഒരു പക്ഷേ എന്താണ്? ഇൻസെക്യൂർ ആയിട്ട്, ഇമോഷണലി, മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ടാകും. വാസ് സ്ട്രഗ്ലിംഗ് ടു ഫ്രീ ഹെർസെൽഫ് ഫ്രം പോവർട്ടി. ദാരിദ്ര്യത്തിൽ നിന്നും അവളെ കൈച്ചിലാക്കാൻ, അവളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാകും. ഹാസ് ബീൻ വിക്ടിമൈസ്ഡ്. അവൾ എല്ലാത്തിന്റെയും ഒരു സാക്ഷിയായിരിക്കും. കഷ്ടപ്പാടിന്റെ, പട്ടിണിയുടെ, വേദനയുടെ, ക്രൂരതയുടെ, അടിച്ചമർത്തലിന്റെ, ഇതിന്റെ ഒക്കെ ഒരു എന്താണ്? സാക്ഷിയായിരിക്കാം ഈ പറഞ്ഞ സ്ത്രീ. She hadn't had the luxury of a carpet to comfort her. അവർ നടക്കുന്ന വഴിയിൽ ലക്ഷറിയസ് കാർപ്പറ്റ് ഒന്നുമില്ല അല്ലേ? അടുത്തത്, neither was she blessed to have many to make her life happier. അതേപോലെ അവളുടെ ജീവിതം കൂടുതൽ ഭംഗിയാക്കാൻ, കൂടുതൽ സൗകര്യപ്രദമാക്കാൻ അവൾക്ക് എന്തില്ല? കൂടെ ആരും ഇല്ല. Her life was bare. ഒരു ഒറ്റപ്പെട്ട, അവളുടെ എന്താണ്? ദുഃഖകരമായിട്ടൊരു ജീവിതമായിരുന്നു. But the lady withstood all her trials and with much courage. അവൾ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, കൂടെ ഒരാളില്ലെങ്കിലും, നടക്കുന്ന വഴി മുള്ളു നിറഞ്ഞതാണെങ്കിലും, നടക്കുന്ന വഴി ക്രിസ്റ്റൽ ക്ലിയർ അല്ലെങ്കിലും, ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലെങ്കിലും, ഫുൾ ഓഫ് ഒബ്സ്റ്റക്കിൾസ് ആണെങ്കിലും, she was ready to walk ahead. She was ready to walk ahead. അവരെന്താണ്? മുന്നോട്ട് നടക്കാൻ അവർ റെഡി തന്നെയായിരുന്നു. മുന്നോട്ട് നടന്നുകൊണ്ടേ ആയിരുന്നു the lady. She was ready to walk ahead. അവർ മുന്നോട്ട് നടക്കാനേ നോക്കിയിട്ടുള്ളൂ. She has been climbing up, and there were times when she felt that life was too hard. She has been climbing up, and there were times when she felt that life was not too hard. അവരിങ്ങനെ മേലേക്ക് പറ്റിപ്പിടിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെ വെച്ചിട്ട് അവർക്ക് ഒരു പക്ഷേ ഫീൽ ചെയ്തിട്ടുണ്ട് ജീവിതം എന്നുള്ള ചിലയിടങ്ങളിൽ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പൊ കുറച്ചൊക്കെ ഈസിനെസ് എവിടേക്കോ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നോട്ട് പോകാൻ പ്രചോദനമായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ടാകാം. But still, she urges her son not to give up easily and sustain his endurance like her. ഇനി അവരുടെ മകനോട് പറയാണ്, യു ടു, അവർക്കറിയാം ഇവനും വലുതായി വരുമ്പോൾ ഇവരും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. അതുകൊണ്ട് തന്നെ യു ഡു നോട്ട് ഗിവ് അപ്പ് മൈ സൺ. നീ ഒരിക്കലും എന്ത് ചെയ്ത് തളരരുത്, നീ നിർത്തരുത്, നീ തളരരുത്. Don't give up. Okay. Next one. There were dark places where she lost all her faith to go ahead. She wanted her disillusioned son to get back his lost faith and continue his life's journey. അപ്പൊ അവന് വിശ്വാസം നഷ്ടപ്പെട്ട അവന്റെ ഒരു മകനെ, ധൈര്യം നഷ്ടപ്പെട്ട അവരെന്ത് ചെയ്യണം? തിരിച്ചും അത് വീണ്ടെടുത്ത് he has to continue his journey. അവന്റെ യാത്ര തുടരണം. This could be also Hugh's words to those poor people who struggle in vain and therefore felt low. ഇത് ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ വാക്കായിരിക്കാം. അദ്ദേഹത്തിന് ചുറ്റും ജീവിക്കുന്ന, ലോകത്ത് ജീവിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവരോട്, കഷ്ടപ്പാടുള്ളവരോട്, ഈ റേസിസത്തിന്റെ പേര് വേർതിരിച്ചു നിർത്തിയവരോട് എന്ത് വേണം? Do not give up. You do not give up. You cannot give up എന്നുള്ളത് ആരുടെ വാക്കായിരിക്കാം? ഒരു പക്ഷേ ഈ പോയിന്റിന്റെ വാക്കായിരിക്കാം. നിങ്ങൾ തളരാൻ പാടില്ല, നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം ലോകത്തോട് ഈ അമ്മയിൽ കൂടി എന്ത് ചെയ്തു? വിളിച്ചു പറഞ്ഞു. That is the truth here. അതാണ് ഇവിടുത്തെ സത്യം. The poet wanted to instill in them the spirit of perseverance. The stairs stand for the progressive journey of life, and no matter how hard life may seem. ഇദ്ദേഹം പറയാണ്, മുന്നിലുള്ള വഴികൾ എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നോക്കരുത്. Okay, everyone has to get the show on the road. Mother prefers the son to
embark the journey of his life without self-doubt. Mother prefers her son to embark the journey. Mother എന്താ പറയുന്നത്? മോനോട് ലൈഫ് എന്ത് ചെയ്യണം? embark the journey of his life without self-doubt. ഒരിക്കലും എന്ത് ചെയ്യരുത്? സെൽഫ് ഡൗട്ട് ഉണ്ടാവരുത്. സ്വയം എന്തൊരു കോൺഫിഡൻസിന്റെ മേലെ സംശയിക്കരുത്. എന്നെ കൊണ്ട് പറ്റോ, എന്നെ കൊണ്ടാവോ എന്നുള്ള ഒരു സംശയം എന്ത് ചെയ്ത് ഒരിക്കലും വരരുത്. യു ഗോ, യു കണ്ടിന്യൂ ആ ജേർണി എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? അമ്മ മകനെ പഠിപ്പിക്കുന്നത്. അടുത്തത്, the poem goes far beyond one particular sect or race. People suffering everywhere in the world may feel at some point in their life to give up or their effort. So ഇദ്ദേഹം പറയാണ്, ഇങ്ങനെയൊക്കെ ഈ അവസ്ഥകൾ, ഈ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് എവിടെയെങ്കിലും വെച്ച് ജീവിതത്തിൽ വെച്ച് തോന്നും, ഒരുപക്ഷെ ഒന്ന് നിർത്തിയാലോ, തളർന്നു മതി എന്ന് തോന്നും. സം ആർ ഡിനൈഡ് ജസ്റ്റിസ്. ചില ആളുകൾക്ക് അവരുടെ ന്യായം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഡിനൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. സം ആർ ഇറേസ്ഡ് mercilessly. ചില ആളുകൾ ഒരു ക്രൂരതയോ ഒരു കണ്ണിച്ചോരിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ട്? തുടച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. ആൻഡ് യെറ്റ് another lot are destined not unseen. ഒരുപാട് ആളുകൾ എന്താണ് ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാതെ എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തിയിട്ടുണ്ട്. Some voices always remain unheard. ഒരുപാട് ആളുകളുടെ കരച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കേൾക്കാതെ പോയിട്ടുണ്ട്. It is at this point the poem gets relevance. ഈ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്നും ഈ റെലവൻസ് ഉള്ളത്. നമുക്കറിയാം, ഇന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണ്. ഇന്നും ലോകത്ത് കറുത്ത വർഗ്ഗക്കാർക്കെതിരെ അക്രമം നടക്കുന്നു. ഇന്നും ലോകത്ത് പല ആളുകളുടെ കരച്ചിലും ഗവൺമെന്റ് കേൾക്കുന്നില്ല. ഇന്നും ലോകത്ത് ആളുകൾക്ക് ഫ്രീഡം എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിക്കപ്പെടുന്നുണ്ട്. So the theme of the poem was not to yield that easy to life, and it is unexpected puzzles. The poem also detailed discrimination, suppression, marginalization of all kinds. Okay, വേർതിരിവ്, ന്യൂനപക്ഷക്കാരാക്കി കാണിക്കുക, ഇതെല്ലാം എന്താണ്? റേസിസത്തിന്റെ പേരിൽ വേർതിരിക്കുക, എന്താ ന്യൂനപക്ഷമാക്കിയിരിക്കുക അല്ലെ. അപ്പൊ സമൂഹത്തിന് കൊള്ളരുതാത്തവരാണെന്ന് വേർതിരിക്കുക. ഇതാണ് എന്ത് ഈ പോയത്തിൽ നമ്മളോട് കാണിക്കുന്നത്, പറയും തരുന്നത്. അമേരിക്കൻ ബ്ലാക്ക് ഹാസ് ബിക്കം എ സിനോണിം ഫോർ റേസിസം ആൻഡ് സഫറിംഗ്. അമേരിക്കൻ ബ്ലാക്സ് ആണ് എന്താവുന്നത്? സിനോണിം എന്ന് പറഞ്ഞ പര്യായം സഫറിങ്ങിന്റെയും അതേപോലെ റേസിസം എന്താണ്? വേർതിരിവ്, റേസിസം അല്ലെ. എന്താണ് ആ ഒരു റേസിസത്തിന്റെ സിനോണിം പര്യായമായിട്ട് പറയുന്നത് തന്നെ American blacks തന്നെയാണ്. Even after the Harlem period, people dreamt of being treated as equal. ഹാർലം പീരീഡിന് ശേഷം എന്താണ്? ആളുകൾ എന്ത് തീരുമാനിച്ചു? ആഗ്രഹിച്ചു ഇക്വാലിറ്റി, തുല്യത എന്ന് പറയുന്ന ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. Hence the speaker of the poem can't be just one single Negro mother. ഈ പോയറ്റ് പറയുന്നത് വെച്ചാൽ ഈ ഒരു അമ്മ മാത്രമല്ല ഒരു നീഗ്രോ മദർ ഉള്ളത്. It could be a voice of representing thousands of people suffering and sharing the same predicament. ഈ ഒരു അമ്മയുടെ മാത്രം ശബ്ദമല്ല ഞാൻ ഈ പോയറ്റിൽ കൂടെ പറയുന്നത്. ഇതേപോലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാരെന്തുണ്ട്? നീഗ്രോ അമ്മമാരുണ്ട്. അവരുടെ എല്ലാവരുടെയും ശബ്ദമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ അമ്മയിൽ കൂടി പറയുന്നത്. Langston Hughes has uplifted the moral of tens of thousands of such people. ആയിരക്കണക്കിന് ആളുകളുടെ എന്താ അദ്ദേഹം പറയുന്നത്? അവരുടെ വികാരങ്ങളും കാര്യമാണ് ഇദ്ദേഹം ഇത് ഉയർത്തി കാണിക്കുന്നതിലെ. അടുത്ത് നോക്കാം. He has employed metaphors, symbols and visual images to enhance the poem. അദ്ദേഹം മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സിംബൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, വിഷ്വൽ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൽ സ്റ്റെയർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദി എക്സ്റ്റെൻഡഡ് മെറ്റഫോർ. മെറ്റഫറിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചത്. എന്താ? ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മുൻപ്. ഇറ്റ് റിക്വയർസ് ത്രൂ ഔട്ട് ദ poem which is very central to it. The image used are so compelling. Words like splinter and tax point out how her journey was full of obstacles. The language used is colloquial because it was a mother who does not need more of formal talks while reassuring her son. വളരെ ലാംഗ്വേജ് എന്താണ്? കൊളോക്കിയൽ, സാധാരണ സംസാരിക്കുന്ന വർത്താനായിട്ടാണ് പോയിന്റ് എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതൊരു അമ്മ മോനോട് സംസാരിക്കുന്ന. അപ്പൊ ഒരുപാട് സാഹിത്യത്തിന്റെ ഫോർമാറ്റിന്റെ ആവശ്യം എന്തില്ല ഇതിൽ വരുന്നില്ല. It could also hint that she may be uneducated and therefore wouldn't stick to niceties. Okay, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ അമ്മ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം അവർ അത്ര എഡ്യൂക്കേറ്റഡ് ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ ഒരുപാട് സാഹിത്യത്തിൽ ഇവിടെ നമ്മൾ സംസാരിക്കണം എന്നില്ല. ഓക്കെ, നോക്കാം. The poem Mother to Son, ഈ മദർ ടു സൺ എന്ന് പറയുന്ന poem leaves everyone spellbound. The theme is well executed and the lines are
pregnant with meanings. Okay, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? The theme is well executed. ഈ പറയുന്ന തീം, അതേ പറയുന്ന റേസിസം എന്ന് പറയുന്ന തീം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ശരിക്കൊരു തരത്തിൽ എന്താണ്, നമുക്കത് വരച്ച് നമ്മൾ കൊല്ലുന്നത് പോലെ, തൂക്കി കൊന്നിട്ടുണ്ടെന്ന് പറയുന്ന പോലെ മാരകമായിട്ട് ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ദ ലൈൻസ് ആർ pregnant with meanings എന്ന് പറഞ്ഞാൽ ഇവിടെ pregnant എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫില്ലിങ്. ഓക്കെ, അപ്പൊ ഈ ഒരു തീമിന് എന്താണ്, അതിന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന, ഈ തീം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം ഈ പോയത്തിന്റെ വരികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അത്രയും അർത്ഥവത്തമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഓരോന്നും അവർ പറയുന്നുണ്ട്, കാർപ്പറ്റ് ഇട്ടിട്ടില്ല വഴിയിൽ, ഒരു സ്റ്റെയർ ഇരിക്കുന്ന ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല, തെളിഞ്ഞതല്ല. ഇറ്റ് വാസ് ഫുൾ ഓഫ് സ്റ്റോൺസ്, ഇറ്റ് വാസ് ഫുൾ ഓഫ് തോൺസ്, മുള്ളുകളാണ്, കല്ലുകളാണ്. ഇറ്റ് വാസ് ഫുൾ ഓഫ് ബാരിയേഴ്സ്, തടസ്സങ്ങളാണ്. ഒബ്സ്റ്റേക്കിൾസ്, തടസ്സങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. So these all I had to teach you today. I hope it is a useful video. നിങ്ങൾക്ക് 5 അപ്രിസിയേഷനും ഒരുമിച്ച് കിട്ടുന്ന വേറൊരു വീഡിയോയിലും നിങ്ങൾക്ക് ഒരു യൂട്യൂബിലും എന്താണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടൂല. So I hope it will be a useful video for you people. So I have a humble request. You please watch the video, like the video, and also please നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതേപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം യു പ്ലീസ് കോമെന്റ് ഇൻ ദ കമന്റ് ബോക്സ്. നിങ്ങൾ അതിന് ഭയങ്കര പിഷ്കന്മാരാണ്, കമന്റ് അടിക്കാൻ നിങ്ങൾക്ക്. അതിന് ലൈവിൽ വന്നിട്ട് ലൈവ് ചാറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മടിയില്ല, പക്ഷെ വീഡിയോക്ക് താഴത്ത് കമന്റ് ചെയ്യാൻ വൈ ആർ യു പീപ്പിൾ ഹെസിറ്റേറ്റിംഗ്? പ്ലീസ് ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നോക്കും. നിങ്ങളുടെ നല്ല കമന്റ്സ് കണ്ടിട്ട് വേണം ബാക്കി കുട്ടികൾ, തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നതാണ്, അവരും എന്ത് ചെയ്യാനും നിങ്ങളെ പോലെ ഈ വീഡിയോസ് കാണാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആട്ടെ. സോ അഗെയിൻ ഐ എം സേയിങ്, എന്താണ്, ഞാൻ വീണ്ടും എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് പറയാണ്. പ്ലീസ് ലൈക്ക് ദി വീഡിയോ, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ഓൾസോ പ്ലീസ് ഡു കമന്റ്സ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇനി വേറൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് കാണാം, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.